മെയിൻ എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ മെറ്റിക്കുലസ്ലി സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ JEE മെയിൻ്റെ റിവിഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം മെക്കാനിക്സ് 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ അതിൽ കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, റൊട്ടേഷൻ അതൊരു വലിയ ചാപ്റ്ററാണ്, ഗ്രാവിറ്റേഷൻ, അതുപോലെ വേറെ 2 ചാപ്റ്ററോട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും. ഇപ്പം അധികം സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും കേൾക്കാനും എല്ലാം കൃത്യമായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹായോ ഒരു തംസപ്പോ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ചാറ്റ് സംതിങ്. അത് കണ്ടതിന് ശേഷം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ അല്ലേ? എനി പ്രോബ്ലം? യെസ്, എല്ലാവർക്കും ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുക. ഞാൻ ആ ചാറ്റ് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാറ്റിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാം, മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഏതെങ്കിലും ചാറ്റിന് റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഞാൻ ജസ്റ്റ് കണ്ടില്ല എന്നാണ്, അവോയ്ഡ് ചെയ്യുന്നതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ ഒരു കാര്യം, ഈ ലൈവിൻ്റെ അവസാനം വരെ നിങ്ങൾ നിൽക്കണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് JEE മെയിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും ഇതേ കൺസെപ്റ്റിലുള്ള മറ്റേ ക്വസ്റ്റ്യൻ വേറൊരു ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവസാനം വരെ ലൈവിൽ തുടരുക. ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5-നും 2 മണിക്കൂറിനും ഇടയിലുള്ള ടൈമിൽ നമ്മളിത് വൈൻഡപ്പ് ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം തന്നെയാണിത്. ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിക്കൂ. എ യൂണിഫോം വുഡൻ സ്റ്റിക്ക് ഓഫ് മാസ് 1.6 kg and length L rest in an inclined manner on a smooth vertical wall of height h. വാള് സ്മൂത്ത് ആണ്, വാളിൻ്റെ ഹൈറ്റ് h ആണ്, where h is less than L. Okay. Such that a small portion of stick extend beyond the wall. ഞാൻ ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. The reaction force of the wall on the stick is perpendicular to the stick. ഇത് നോക്കി, റിയാക്ഷൻ ഫോഴ്സ് ഓഫ് ദ വാൾ ഓൺ ദ സ്റ്റിക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സ്റ്റിക്ക്. അതിൻ്റെ കാരണം എന്താ? വാൾ സ്മൂത്ത് ആയതുകൊണ്ടാണ്. വാൾ സ്മൂത്ത് അല്ലായിരുന്നെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും വരുമായിരുന്നു. അപ്പം റിയാക്ഷൻ ഫോഴ്സ്, കോണ്ടാക്ട് ഫോഴ്സ് പെർപെൻഡിക്കുലർ ആകുമായിരുന്നില്ല. ഇപ്പം ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നോർമൽ റിയാക്ഷൻ മാത്രമേ അവിടെയുള്ളൂ, അത് സ്റ്റിക്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി നോക്കൂ, ദ സ്റ്റിക്ക് മേക്സ് ആൻ ആംഗിൾ 30 വിത്ത് ദ വാൾ. സ്റ്റിക്ക് മേക്സ് ആൻ ആംഗിൾ 30. അതെല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടാണ് കേട്ടോ. ആ ഡേറ്റ എല്ലാം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ആൻഡ് ദ ബോട്ടം ഓഫ് ദ സ്റ്റിക്ക് ഈസ് ഓൺ എ റഫ് ഫ്ലോർ. എന്ന് പറഞ്ഞാൽ തെന്നിപ്പോകുന്നില്ല എന്നർത്ഥം. ആ സ്റ്റിക്ക് ഫ്ലോറൂടെ റഫായിരുന്നു എന്ത് സംഭവിച്ചേനെ? ആ സ്റ്റിക്ക് അങ്ങനെ നിൽക്കില്ലായിരുന്നു. ഫ്ലോറ് കൂടെ റഫ് അല്ലായിരുന്നു, സ്മൂത്ത് ആയിരുന്നുവെങ്കിൽ. ഫ്ലോർ ഒന്നുകൂടെ ഞാൻ പറയാം, വാൾ ഓൾറെഡി സ്മൂത്താണ്, ഫ്ലോറൂടെ സ്മൂത്ത് ആയിരുന്നുവെങ്കിൽ നമുക്കങ്ങനെ ചാരി വെക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് റഫ് ഫ്ലോർ ആണെന്ന്. ഫ്ലോർ റഫ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ചാരി വെക്കാൻ പറ്റില്ല. ദ റിയാക്ഷൻ ഓഫ് ദ വാൾ ഓൺ ദ സ്റ്റിക്ക് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് റിയാക്ഷൻ ഓഫ് ദ ഫ്ലോർ ഓൺ ദ സ്റ്റിക്ക്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. നോക്കിയേ കുട്ടികളെ, ഇപ്പം ഞാൻ വായിച്ചത് നിങ്ങളൊന്ന് നോക്കിയേ. എന്താണത്? ദ റിയാക്ഷൻ ഓഫ് ദ വാൾ ഓൺ ദ സ്റ്റിക്ക്. അതെന്തിന് ഈക്വലാണ്? ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ ഫ്ലോർ ഓൺ ദ സ്റ്റിക്ക്. 2 റിയാക്ഷൻസ് ഉണ്ട് ഇല്ലേ? നോർമൽ റിയാക്ഷൻസ് 2 ഉണ്ട്. ഒന്ന് ഫ്ലോറിൽ നിന്നുള്ളതും ഒന്ന് വാളിൽ നിന്നുള്ളതും. ഇത് രണ്ടും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞത്. ഡയറക്ഷൻ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ മാഗ്നിറ്റ്യൂഡിൽ അവ ഈക്വൽ ആണ്. നമുക്ക് എന്താ വേണ്ടത്? 2 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി. h/L വേണം. h എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ദ വാൾ. L എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദ സ്റ്റിക്ക്. ആ റേഷ്യോ വേണം. ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് F അറ്റ് ദ ബോട്ടം. കണ്ടോ? ഫ്രിക്ഷണൽ ഫോഴ്സ് F അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്റ്റിക്ക്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇനി ഞാനത് അതിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങളെ കാണിക്കാം. ഇതാണ് സിറ്റുവേഷൻ. ഈ ഗ്രീൻ കളറിൽ ഞാൻ വരച്ചിട്ടുള്ളതാണ് വാളും ഫ്ലോറും.
ഈ കളറിൽ ഇത് ഏതാ കളർ? റോസ് കളറിൽ വരച്ചിട്ടുള്ളതാണ് ഏത്? സ്റ്റിക്ക്. ആ സ്റ്റിക്കിന്റെ മാസ് തന്നിട്ടുണ്ട്. ഇവിടെ റഫ് ആണെന്ന് പറയുന്നുണ്ട്, ഇവിടെ സ്മൂത്ത് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞ എന്താ? പിന്നെ ഇതിൽ തന്നിട്ടുള്ള ഡേറ്റ കുറച്ച് ഞാനിവിടെ എഴുതാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈറ്റ് ഓഫ് ദ വാൾ h ആണെന്നുണ്ട്. അതുപോലെ ഈ സ്റ്റിക്ക് വാളുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ആണെന്നും ഉണ്ട്. ഇത് ക്വസ്റ്റ്യനിലുള്ളതാണ്. അതുപോലെ മാസ്, ഈ സ്റ്റിക്കിന്റെ മാസ് ഉണ്ടല്ലോ കുട്ടികളെ, 1.6 kg ആണെന്നും ക്വസ്റ്റ്യനിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്തുണ്ട്? ക്വസ്റ്റ്യനുണ്ട്. ഇനി എനിക്ക് എന്തൊക്കെയാണ് വേണ്ടേ? എനിക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് വേണം. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ്? h/l വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. L എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദിസ് റോഡ്. ഇനി ഞാൻ ഈ റോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് മാത്രം കാണിക്കുകയാണ്. ആദ്യമേ തന്നെ ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട് അല്ലേ? എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? mg. അതെവിടെ ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ. അത് ഞാൻ ആദ്യമേ കാണിക്കാം. ലുക്ക് ഹിയർ ചിൽഡ്രൻ, mg ഈസ് ആക്ടിങ് അറ്റ് ദ സെൻറ്റർ ഓഫ് മാസ്. അത് ഞാനിവിടെ എഴുതാം. mg, m ഉണ്ട്, m തന്നിട്ടുണ്ട്. അപ്പോൾ mg എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി വേറൊരു ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നോക്കൂ, നോർമൽ റിയാക്ഷൻ. അത് വാള് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ റോഡിന് പെർപെൻഡിക്കുലർ ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ ഒരു നോർമൽ റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലോറ് ഈ റോഡിന് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ അല്ലേ? അതും നോർമൽ റിയാക്ഷൻ. ഓക്കെ. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. ഇതിൻ്റെ ഇംപെൻഡിങ് മോഷൻ എങ്ങോട്ടാണ്? ഇതിനെങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്? ഇതിന് ഫോർവേഡ് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആരാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിന് ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ഇതിൻ്റെ ഇംപെൻഡിങ് മോഷൻ ഫോർവേഡാണ്. അപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബാക്ക്വേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോക്ക്, എഫ് ഇങ്ങനെയായിരിക്കും. ഈ 4 എണ്ണമാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. എഫ്, നോർമൽ റിയാക്ഷൻ n. ഇത് രണ്ട് ഈ മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ n എഴുതിയേ? അത് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അവർ രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കൂ, ഞാൻ ആദ്യമേ തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഫോഴ്സിനെയും വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആക്കുക. ഇതൊരു വെർട്ടിക്കൽ ഫോഴ്സാണ്. അതിനെ ഒന്നും ചെയ്യേണ്ട, റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും വെർട്ടിക്കലാണ്, അതിനെ റിസോൾവ് ചെയ്യേണ്ട. ഇത് ഹൊറിസോണ്ടലാണ്, അതിനെ റിസോൾവ് ചെയ്യേണ്ട. പക്ഷേ ഇത് വെർട്ടിക്കലും അല്ല ഹൊറിസോണ്ടലും അല്ല. എന്ത് ചെയ്യണം? ഇതിനെ നമുക്കൊരു ഹൊറിസോണ്ടൽ പാർട്ടും വെർട്ടിക്കൽ പാർട്ടും ആക്കണം. ഓക്കെ. Therefore, let me draw that. This is its horizontal part and this one is its what? Vertical part. ഇനി ആംഗിൾസ് എല്ലാം ഞാൻ എഴുതി. എനിക്ക് ആംഗിൾസ് വേണ്ടി വരുമായിരിക്കും അല്ലേ? ഇത് 30 ആണെങ്കിൽ ഈ ആംഗിളും 30 ആയിരിക്കില്ലേ കുട്ടികളെ? നോക്കി, ദിസ് ആംഗിൾ ഓൾസോ ഈസ് 30. ഓക്കെ. ഇത് മൊത്തത്തിൽ 90 ആണ്. അപ്പോൾ ഇത് 60 ആണ് അല്ലേ? അപ്പോൾ ഇത് 30 ആയിരിക്കണം. ദിസ് ആംഗിൾ ഓൾസോ ഈസ് 30. ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഈ എന്നിനെ റീസോൾവ് ചെയ്യുക, നോർമൽ റിയാക്ഷനെ റീസോൾവ് ചെയ്യുന്നു. നോർമൽ റിയാക്ഷൻ്റെ കൊസൈൻ കമ്പോണന്റ് n cos 30. അപ്പോൾ എന്താ? √3n/2. ഇത് n sin 30. അപ്പോൾ ഇതെന്താ? n/2. ഓക്കെ. ഇനി എനിക്ക് എത്ര ഇക്വേഷൻ എഴുതാൻ പറ്റുമെന്ന് അറിയാം? ഇതിൽ നിന്ന് 2 ഫോഴ്സ് ഇക്വേഷൻ എഴുതാം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 2 ഫോഴ്സ് ഇക്വേഷനും ഒരു ടോർക്ക് ഇക്വേഷൻ, അങ്ങനെ 3 ഇക്വേഷൻ ടോട്ടലായിട്ട് എഴുതാൻ പറ്റും. 2 ഫോഴ്സ് ഇക്വേഷൻ എലോങ് ഹൊറിസോണ്ടൽ ആൻഡ് എലോങ് വെർട്ടിക്കൽ. ആദ്യമേ തന്നെ ഞാൻ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുക. വെർട്ടിക്കൽ ഡയറക്ഷൻ ഏതൊക്കെയാണ് ഫോഴ്സ്? n + n/2. അതെന്തിന് ഈക്വൽ ആയിരിക്കണം? mgക്ക് ഈക്വൽ ആയിരിക്കണം. കാരണം വെർട്ടിക്കൽ ഈ 3 ഫോഴ്സേ ഉള്ളൂ, n-ഉം n/2-ഉം mgയും. n-ഉം n/2 അപ്വേർഡ് ആണ്, mg ഡൗൺവേർഡ് ആണ്. അപ്പോൾ എനിക്ക് n + n/2, ലെറ്റ് മീ റൈറ്റ് ദാറ്റ്, n + n/2, ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു വാട്ട്? mg. അതിൽ നിന്ന് എനിക്ക് എന്തെഴുതാം? n എത്രയാണെന്ന് എഴുതാം. n = 2mg/3 എന്ന് എഴുതാം. m എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ mg/2 എത്ര? 2mg/3 എത്രയാണെന്ന് എഴുതാം. പക്ഷേ ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ വെക്കുന്നു. ഓക്കെ. അപ്പോൾ നോർമൽ റിയാക്ഷൻ എത്രയാണെന്ന് എനിക്ക് ഇഫക്റ്റീവ്ലി കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇക്വേറ്റ് ചെയ്യുകയാണ് കുട്ടികളെ. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതാണ്? √3n/2-ഉം എഫും. അല്ലപ്പോൾ F = നോക്കിയേ, അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് F = എത്രയാ? √3n/2. ശരിയല്ലേ? n ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടില്ലേ? നോക്കിയേ,
n എത്രയാണെന്ന് ഇവിടെ ഇല്ലേ? അപ്പം ഈ എന്നിൻ്റെ സ്ഥാനത്ത് ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? √3/2 ലുക്ക് ചെയ്യുക. √3/2 n എത്രയാ? 2 / 3 mg. ഓക്കെ, അപ്പം 2 2 പോയി 3 mg എത്രയാണെന്നറിയാമോ? m എത്രയാ? 1.6. അപ്പം mgയോ 16. അപ്പോൾ എത്ര കിട്ടി? √3 16/3 എന്ന് കിട്ടി. വാട്ട് ഐ ഗോട്ട് ഈസ് √3 ഈ 16 അല്ലെങ്കിൽ 16√3/3 16√3/3 എന്ന് കിട്ടി. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആൻസർ ആയി നമുക്ക്. നോക്കിയേ, അത് ഏതാണെന്ന് നോക്കിയേ. നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? എഫ് കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചു. അത് എത്രയാ? 16√3/3. അപ്പോൾ ഇതിലും ഉണ്ട് 16√3/3, ഇതിലും ഉണ്ട് 16√3/3, ഇതിലും ഉണ്ട് 16√3/3. അപ്പോൾ നമുക്ക് അടുത്തോട് ചെയ്താലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് h/l ആണ് വേണ്ടത്. അതിന് ടോർക്ക് ഇക്വേഷൻ ഡിപ്പെൻഡ് ചെയ്യുക. ടോർക്ക് ഇക്വേഷൻ, ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് ഞാൻ എടുക്കാൻ പോവുക. എന്തുകൊണ്ടാണ് ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ചെയ്യാൻ എളുപ്പത്തിനാണ്. ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് എടുക്കണമെങ്കിൽ ഈ ഫോഴ്സ് ടോർക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ദിസ് ഫോഴ്സ് ഈസ് പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ്. ഫ്രിക്ഷനും ടോർക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതും ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. ആരാ ടോർക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ എൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ എം ജിയും ടോർക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ ഇതിനെ ക്ലോക്ക് വൈസിൽ ടേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, എം ജി ഇതിനെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ ടേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അബൌട്ട് ദിസ് പോയിന്റ് ആ രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, മനസ്സിലായോ? ഫോഴ്സ് ഇൻറ്റു ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എത്രയാ ഫോഴ്സ്? എൻ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എൻ ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ടു എം ജി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ പെർപെൻഡിക്കുലർ. ഈ ആർ പെർപെൻഡിക്കുലർ സെയിം ആവണമെന്നില്ല കേട്ടോ, ദേ ആർ ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. എൻ ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? ആ ഡിസ്റ്റൻസ് പറഞ്ഞാൽ h/cos30 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. h/ ഇത് ഈ ഡിസ്റ്റൻസ് എനിക്ക് വേണം, ഈ ഡിസ്റ്റൻസ് അത് h/cos30 ആയിരിക്കും. അപ്പം n ഇൻറ്റു ലെറ്റ് മീ റൈറ്റ് n ഇൻറ്റു h/cos30 ഈക്വൽ ടു എം ജി ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എം ജി എന്നിലേക്കുള്ള ഈ പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് l/2 അല്ലേ കുട്ടികളെ? അപ്പം l/2 sin 30 എന്ന് വരും, ശരിയല്ലേ? ദിസ് ഈസ് l/2, കാരണം ഇത് സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പം ഇത് l/2 ആണ് അല്ലേ? അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടത്. നോക്കൂ, വാട്ട് ഐ വാണ്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ്, അത് l/2 sin 30 ആണ്. അപ്പം എം ജി ഇൻറ്റു l/2 sin 30. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നിന് ഞാൻ എന്ത് ചെയ്യുന്നു? 2/3 mg എഴുതുന്നു. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. 2/3 mg h/cos30. cos30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. /2 മുകളിലോട്ട് എഴുതി. ഈസ് ഈക്വൽ ടു mg അതുപോലെ എഴുതി. l/4 എന്ന് വന്നു. കാരണം sin 30യുടെ 1/2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം l/4 എന്ന് വന്നു. ഇതിൽ നിന്ന് എം ജി രണ്ടിടത്തുനിന്നും വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് h/l ആണ്. h/l ഇതാണ് നമുക്ക് വേണ്ടത്, h/l. അപ്പം 3√3 അങ്ങോട്ട് പോകും. 3√3 അങ്ങോട്ട് പോയി. ഇവിടെ 4 4 16. 3√3/16. 3√3/16 ശരിയല്ലേ? നോക്കിയേ, 3√3/16. ദാറ്റ് ഈസ് വാട്ട്? h/l. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നില്ലേ പറയൂ. അപ്പം ഈ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. നോക്കൂ, 3√3/16ഉം 3√3/16. ഡി ആണ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ഇസ് ഡി. നോക്കൂ, ചെയ്താൽ മനസ്സിലായോ നോക്കിയേ. 2 ഫോഴ്സ് ഇക്വേഷൻ എഴുതി, ഒരു ടോർക്ക് ഇക്വേഷൻ എഴുതി. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് പറയൂ. ഞാൻ എന്താ ചെയ്തേ?
ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തു, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഈ റോഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിലുമാണ്, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലുമാണ്. ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആയിരിക്കണം, നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സും 0 ആയിരിക്കണം. അതുപോലെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ടോർക്ക് അബൌട്ട് എനി പോയിന്റ് മസ്റ്റ് ബി 0 ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. എബൌട്ട് ദിസ് പോയിന്റ് ടോർക്ക് എടുത്താലും 0 ആയിരിക്കണം, എബൌട്ട് ദിസ് പോയിന്റ് ടോർക്ക് എടുത്താലും 0 ആയിരിക്കണം. എബൌട്ട് എനി പോയിന്റ് യു ടേക്ക് ടോർക്ക്, ദ ടോർക്ക് മസ്റ്റ് ബി 0. ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അബൌട്ട് ദിസ് പോയിന്റ് ടോർക്ക് എടുത്തു. അവിടെ ടോർക്ക് ഉണ്ടാക്കുന്നത് എന്താ? ഇ എന്നും ഇ എം ജിയും. ഈ രണ്ടെണ്ണം ഉണ്ടാക്കുന്ന ടോർക്കിനെ ഞാൻ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ H/L കണ്ടുപിടിച്ചു. സമയം കളയാനില്ല, ഇനി കുറച്ച് സ്പീഡിൽ ഞാൻ പോകും, എൻ്റെ ഒപ്പം തന്നെ വരിക. ഓക്കെ, അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്തതിലേക്ക് ഞാൻ വരികയാണ്. നോക്കൂ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഡി ആയിരുന്നു കേട്ടോ. അടുത്തതിലേക്ക് ഞാൻ വരിക. നോക്കൂ, ഇത് വളരെ കൺസെപ്ച്വൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. എ സ്മോൾ മാസ് എം ഈസ് അറ്റാച്ച്ഡ് ടു എ മാസ്ലെസ് സ്ട്രിങ് whose other end is fixed at P. See, fixed at P are shown in the figure. ഇവിടെ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മാസിലെ സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡ് പി എന്ന പോയിന്റിൽ ടൈ ചെയ്തേക്കുകയാണ്. ദ മാസ് ഈസ് അണ്ടർഗോയിങ് സർക്കുലാർ മോഷൻ ഇൻ XY പ്ലെയിൻ. കണ്ടോ, ദിസ് ഈസ് ഡൂയിങ് ദിസ് എന്ന് പറഞ്ഞാൽ കോണിക്കൽ പെൻഡുലമാണ്. കോണിക്കൽ പെൻഡുലം വിത്ത് കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡ് ഒമേഗ. ദിസ് മാസ് ഈസ് ഡൂയിങ് യൂണിഫോം സർക്കുലാർ മോഷൻ. If the angular momentum of the system calculated about O, angular momentum about O നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ about Pയും കാൽക്കുലേറ്റ് ചെയ്തു. ആംഗുലാർ മൊമെൻറ്റം about O എന്ന പോയിന്റ് ഇതാണ്. about Pയും കാൽക്കുലേറ്റ് ചെയ്താൽ ആൻഡ് ഡിനോട്ടഡ് ബൈ LO. LO എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ മൊമെൻറ്റം about O. LP എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ മൊമെൻറ്റം about P. ദെൻ ഇതിൽ ഏതാണ് കൺസേർവ്ഡ്, ഏതാണ് നോൺ കൺസേർവ്ഡ് എന്നൊക്കെയാണ് ചോദ്യം. ഇത് ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കിയേ, LO ആൻഡ് LP ഡു നോട്ട് വേരി വിത്ത് ടൈം. LOയും LPയും ടൈമിനനുസരിച്ച് മാറുന്നില്ല. LO വേരി ചെയ്യുന്നു, LP വേരി ചെയ്യുന്നില്ല. LO റിമെയിൻസ് കോൺസ്റ്റന്റ്, LP വേരി ചെയ്യുന്നു. LO ആൻഡ് LP ബോത്ത് വേരി വിത്ത് ടൈം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ എബൌട്ട് ദിസ് പോയിന്റ് ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണോ എന്ന് നോക്കുക. എബൌട്ട് P ആദ്യമേ നോക്കാം. എബൌട്ട് P നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ടോർക്കാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണോ എന്ന് അറിയാൻ ഫോഴ്സ് ചെക്ക് ചെയ്യണം. ഫോഴ്സ് 0 ആണെങ്കിൽ, നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. അതുപോലെ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ടോർക്ക് ചെക്ക് ചെയ്യുക. ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. 0 അല്ല എങ്കിൽ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പം ആദ്യമേ ടോർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഞാൻ കാണിച്ചു തരാം. ഫോഴ്സസ് കാണിക്കാൻ പോവുകയാണ്. വാട്ട് ആർ ദ ഫോഴ്സസ്? ഒന്ന് എം ജി ഈസ് ആക്ടിങ്. നോക്കൂ, എം ജി ഈസ് ആക്ടിങ്. വേറൊരു ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ടെൻഷൻ. ഈ രണ്ട് ഫോഴ്സേ ഉള്ളൂ കേട്ടോ, കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. ടെൻഷൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രണ്ട് ഫോഴ്സേ ഉള്ളൂ. ഇല്ലാത്ത ഫോഴ്സ് ഒന്നും എഴുതരുത്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോഴ്സ് ഒന്നും എഴുതരുത്. ഓക്കെ, നോക്കൂ, ഫോഴ്സസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികളെ. ആദ്യമേ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓഫ് കോഴ്സ് ഉണ്ട്. എം ജി ഈസ് ദ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഈ ബോബുമായിട്ട് അല്ലെങ്കിൽ ഈ മാസുമായിട്ട് സ്ട്രിങ്ങിന് കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ട് ടെൻഷൻ എന്ന് പറയുന്ന കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. നോ അതർ ഫോഴ്സ്. ഓക്കെ, ഇനി നോക്കി, എബൌട്ട് പി ടോർക്ക് 0 ആണോ? ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ടെൻഷൻ 0 ആയിരിക്കും. കാരണം എന്താ? ടെൻഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. കണ്ടോ? പക്ഷേ എം ജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ഉണ്ടല്ലോ കുട്ടികളെ, അത് നോൺ 0 ആയിരിക്കും. അപ്പൊ ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് 0 ആണ്, എം ജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് നോൺ 0 ആണ്. കാരണം എന്താ? എം ജി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എം ജിക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ടെൻഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് 0യും എം ജി പ്രൊഡ്യൂസ് ചെയ്യുന്ന നോൺ 0യും ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ടോർക്ക് എബൌട്ട് പി എന്തല്ല? 0 അല്ല. ഇറ്റ് ഈസ് നോട്ട് 0. നോട്ട് 0. Who is producing torque about P? mg is producing torque about P. അതുകൊണ്ട് എന്താ? L is not constant. L about P is not conserved അല്ലെങ്കിൽ not constant. കോൺസ്റ്റന്റ് ആയിരിക്കില്ല. മാഗ്നിറ്റ്യൂഡിൽ ചിലപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കാം,
ഡയറക്ഷൻ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം ഏതാ അതിൻ്റെ ഡയറക്ഷൻ എന്നൊക്കെ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചെക്ക് ചെയ്യണം. എന്താ? ടോർക്ക് അബൌട്ട് ഓയ് കൂടെ ചെക്ക് ചെയ്യണം. അതറിയാൻ വേണ്ടി ഈസ് ദ ടോർക്ക് അബൌട്ട് ഓ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എം ജി ഈസ് പ്രൊഡ്യൂസിങ് ടോർക്ക്. അതുപോലെ ടെൻഷൻ ഓൾസോ ഈസ് പ്രൊഡ്യൂസിങ് ടോർക്ക്. അപ്പം നമ്മൾ വിചാരിക്കും ടോർക്ക് നോൺ സീറോ ആയിരിക്കുമോ എന്ന് വിചാരിക്കും. റോങ് ആണ്. ടോർക്ക് സീറോ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ എം ജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കും ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കും ഈക്വലും ഓപ്പോസിറ്റുമായിരിക്കും. അതുകൊണ്ട് അത് സീറോ ആയിരിക്കും. അതറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയാമോ? ഈ ടെൻഷനെ നിങ്ങൾ റീസോൾവ് ചെയ്യുക. ജസ്റ്റ് റീസോൾവ് ടെൻഷൻ. സി ടെൻഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ലുക്ക്, അതുപോലെ ടെൻഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നോക്കൂ. ഇനി ടെൻഷനെ വിട്ടേ. നമ്മൾ ടെൻഷനെ റീസോൾവ് ചെയ്തില്ലേ? റീസോൾവ് ചെയ്തു. ടെൻഷനെ വിട്ടേക്ക്. ഈ എം ജിയും ഈ ടെൻഷൻ്റെ ഈ കമ്പോണൻറ്റും അതേതാണ് കുട്ടികളെ? ഇത് തീറ്റയാണെങ്കിൽ ഇഫ് ദിസ് ഈസ് തീറ്റ, ദിസ് ഓൾസോ തീറ്റ, ഇതെന്താ? ടി കോസ് തീറ്റ. ഈ എം ജിയും ടി കോസ് തീറ്റ ഈക്വൽ ആയിരിക്കും കുട്ടികളെ. അപ്പം അത് ഓൾറെഡി ക്യാൻസലായി പോയതാണ് എം ജിയും ടി കോസ് തീറ്റയും. ഓക്കെ, അല്ലെങ്കിൽ എം ജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ടി കോസ് തീറ്റ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഈ ടി സൈൻ തീറ്റയോ? ടി സൈൻ തീറ്റ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ടോർക്ക് ബിക്കോസ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദാറ്റ് പോയിന്റ്. കണ്ടോ? ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എം ജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ടി കോസ് തീറ്റ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ടി സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ടോർക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം നെറ്റ് ടോർക്ക് സീറോ ആണ്. സി therefore torque about the point O is zero. Zero ആണ്. Torque about the point O is zero. So what? So angular momentum about the point O is constant. കോൺസ്റ്റന്റ് വെക്റ്റർ ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിൽ മാത്രമല്ല, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വെക്റ്റർ. അപ്പൊ ഏതാണ് കൺസേർവ്ഡ്? ആംഗുലാർ മൊമെന്റം അബൌട്ട് O is conserved. Angular momentum about O is conserved. About P it is not conserved. N. About P what is the direction of angular momentum? Do you know? ഞാൻ കാണിക്കാൻ പോവുകയാണ്. About O എങ്ങോട്ടാണ്? About O വളരെ സിമ്പിൾ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് about O ഇത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലെയിൻ ഇല്ലേ കുട്ടികളെ? ഇത് കറങ്ങുന്ന പ്ലെയിന് സി ഇതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും about O. അത് വളരെ സിമ്പിളാണ്. ആംഗുലാർ മൊമെന്റം about O. Then what is angular momentum about P? Angular momentum about P will be rotating. ഈ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പം ഇത് ഇൻ ടു ദ പേപ്പർ ആയിരിക്കും. ഈ സിറ്റുവേഷനിൽ ഇവിടെ നിൽക്കുമ്പം ഇതിൻ്റെ ആംഗുലാർ മൊമെന്റം ഇൻ ടു ദ സ്ക്രീൻ ആയിരിക്കും, മേക്കിംഗ് ആൻ ആംഗിൾ 90 വിത്ത് ദിസ് സ്ട്രീം. ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടല്ലോ കുട്ടികളെ, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ആംഗുലാർ മൊമെന്റം ഓൾസോ റൊട്ടേറ്റ്സ്. ഇറ്റ് സ്പിൻസ് ലൈക്ക് ദിസ്. ഇറ്റ് സ്പിൻസ്. ആംഗുലാർ മൊമെന്റം റൊട്ടേറ്റ്സ് ലൈക്ക് ദിസ്. മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ നോക്കൂ, ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്. എന്തുകൊണ്ടാ? എബൌട്ട് ദാറ്റ് പോയിന്റ് ടോർക്ക് ഈസ് നോട്ട് സീറോ, ദെയർഫോർ ആംഗുലാർ മൊമെന്റം വേരീസ്. യു ഹാവ് ടു അപ്രീഷിയേറ്റ് ദ ഫിസിക്സ് വാട്ട് ഇറ്റ് ഈസ്. ടോർക്ക് സീറോ ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം സീറോ ആയിരിക്കും. ടോർക്ക് സീറോ അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ടോർക്ക് സീറോ ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ടോർക്ക് സീറോ അല്ല എങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ആൻസർ? വാട്ട് ഈസ് ദ ആൻസർ? വി ആർ ഗോയിങ് ടു ദ ആൻസർ. ലുക്ക് ഹിയർ കെയർഫുള്ളി. ലെറ്റ് us go back. Our answer is this. Yellow remains constant while LP changes with the time. C ആണ് ആൻസർ കേട്ടോ. ആംഗുലാർ മൊമെന്റം about O remains constant. About O. But about P it may rotate like this. About P the angular momentum rotates like this. It rotates like this. Try to understand. Now തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇതെന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ, സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ കുട്ടികളെ? ഡു യു ഫോളോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ലൈവിൽ അവസാനം വരെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ വെരി എലിഗൻറ്റ് ക്വസ്റ്റ്യൻസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. Look here. A small object of uniform density rolls up a curved surface with initial velocity v. മുകളിലോട്ട് റോൾ ചെയ്യുക. പ്യുവർ റോളിങ്. പ്യുവർ റോളിംഗ് എന്ന് ഇവിടെ പറയുന്നില്ലെങ്കിലും വെറുതെ റോളിംഗ് എന്ന് പറഞ്ഞാലും നിങ്ങൾ പ്യുവർ റോളിംഗ് ആണെന്ന് അസ്യൂം ചെയ്യണം കേട്ടോ. പ്യുവർ റോളിംഗ്. It reaches up to the maximum height
3v² by 4g. എത്ര ഹൈറ്റിലേക്ക് ഇത് റീച്ച് ചെയ്തതെന്ന് നോക്കൂ. ലുക്ക് അറ്റ് ദ ഹൈറ്റ് ടു വിച്ച് ഇറ്റ് റീച്ച്ഡ്. ഇറ്റ് റീച്ച്ഡ് ടു എ ഹൈറ്റ് മേ ബി ഹിയർ. ഓക്കെ, ഇവിടെ എത്തിയെന്ന് വിചാരിച്ചേ നിങ്ങൾ. ഇത് റോൾ ചെയ്ത് അവിടെ എത്തി. ഈ ഹൈറ്റ് എച്ച് ആണ്. എച്ച് എത്രയാണ് തന്നിട്ടുള്ളത്? 3v² ഡിവൈഡഡ് ബൈ 4g. ഈ ഹൈറ്റിലേക്ക് എത്തി. എങ്കിൽ ആ ഒബ്ജക്റ്റ് എന്താണ്? അത് റിംഗ് ആണോ, ഹാളോ സ്പിയർ ആണോ, സോളിഡ് സ്പിയർ ആണോ, ഡിസ്ക് ആണോ എന്ന് അറിയണം. അറിയണമെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ അറിഞ്ഞാൽ പോരെ. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ 2/5 mr² എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക, മൊമെൻ്റ് ഓഫ് ഇനീഷ്യ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് സോളിഡ് സ്പിയർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കുക അല്ലാതെ വേറെ മാർഗ്ഗമല്ല. എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കുക? ഇതിൻ്റെ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ മതി കുട്ടികളെ. എനർജി കൺസർവേഷൻ, ഇതിന് ഇവിടെ രണ്ട് കൈനറ്റിക് എനർജി ഉണ്ട്. ഏതൊക്കെയാ? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷനും. ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ നിന്നു, റൊട്ടേഷൻ നിന്നു. അതുകൊണ്ട് ഇവിടെ കൈനറ്റിക് എനർജി ഇല്ല, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പം ഞാൻ സിമ്പിളി എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ വാട്ട് ആർ ദ എനർജീസ് ഹിയർ? ലുക്ക് ഹിയർ. വാട്ട് ആർ ദ എനർജീസ് ഹിയർ? ലെറ്റ് മീ ഷോ യു. ഇത് എച്ച് ഹൈറ്റിൽ എത്തിയെന്ന് വിചാരിക്കുക. വേർ എച്ച് ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ബി? എന്താ അവരെ തന്നിട്ടുള്ളത്? 3v² ഡിവൈഡ് ബൈ 4g. എച്ച് ഹൈറ്റിലെത്തിയെന്ന് വിചാരിക്കുക. ഇത് പ്യുവർ റൊട്ടേഷൻ ആയതുകൊണ്ട് റിമെമ്പർ ദിസ് ഫാക്ട്. വാട്ട്? v ഈസ് ഈക്വൽ ടു r ഒമേഗ ആയിരിക്കും, പ്യുവർ റോളിംഗ് ആയതുകൊണ്ട്. ദർ ഈസ് നോ സ്ലിപ്പിംഗ് അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് രണ്ട് വെലോസിറ്റി ഉണ്ട്, v ഉണ്ട്, റൊട്ടേഷൻ കൊണ്ടുള്ള r ഒമേഗയുണ്ട്, r ഒമേഗ. അപ്പോൾ v ഈസ് ഈക്വൽ ടു r ഒമേഗ ആയിരിക്കണം. സ്ലിപ്പിംഗ് ഇല്ലല്ലോ. ദിസ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന്റെ വെലോസിറ്റി 0 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർവേഡ് വെലോസിറ്റി b, ബാക്ക്വേഡ് വെലോസിറ്റി r ഒമേഗ. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നോ സ്ലിപ്പിംഗ് കണ്ടീഷൻ പാലിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിൽ കരുതണം. നോ സ്ലിപ്പിംഗ് കണ്ടീഷൻ ഫോർ നോ സ്ലിപ്പിംഗ്. ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ രണ്ട് എനർജി അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? വാട്ട് ആർ ദ ടു എനർജീസിന്റെ? ഹാഫ് mv² ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് i omega square ഈസ് ഈക്വൽ ടു mgh. ഇനി ഞാൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഐ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എനിക്ക് എന്താ വേണ്ടത്? മൊമെൻ്റ് ഓഫ് ഇനീഷ്യ വേണം. മൊമെൻ്റ് ഓഫ് ഇനീഷ്യ കിട്ടുകയാണെങ്കിൽ ഏതാണ് ബോഡി എന്ന് എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ലെറ്റ് മീ റൈറ്റ് ഹാഫ് mv² പ്ലസ് ഹാഫ് i ഒമേഗ എന്ന് പറയുന്നത് എന്തെഴുതാം? v/r നിന്ന് എഴുതിക്കൂടെ? സി, ഇതിൽ നിന്ന് നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു v/r എന്ന് എഴുതാം. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? v²/r². ഒമേഗ സ്ക്വയർ v²/r² ഈസ് ഈക്വൽ ടു mg. അതുപോലെ എഴുതി. എച്ച് എന്ന് പറയുന്നത് 3v² ഡിവൈഡ് ബൈ 4g ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇനി വെട്ടിക്കളയാൻ പറ്റുന്ന എല്ലാം വെട്ടിക്കളയുക. എന്തൊക്കെയാണ് വെട്ടിക്കളയാൻ പറ്റുന്നത്? mv² വെട്ടാം, ഇല്ലേ? mv² എല്ലായിടത്തു നിന്നും വെട്ടാം, mv². എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വാട്ട് വിൽ ഐ ഗെറ്റ്? ഐ വിൽ ഗെറ്റ് ഹിയർ mv² വെട്ടിക്കളഞ്ഞല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനീഷ്യ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇവിടെ 1 പ്ലസ് i/r² ഈസ് ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3/2 g ഇവിടെ വെട്ടിക്കളയാം കേട്ടോ. 3/2 എം വെട്ടാൻ പറ്റില്ല കേട്ടോ. എം കനോട്ട് ബി ക്യാൻസൽ. ഈ ടൈമിൽ എം ഇല്ലല്ലോ, അവിടെയാണ് ഞാൻ മിസ്റ്റേക്ക് ചെയ്തത്. ലെറ്റ് മീ സീ ദാറ്റ്. ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? എം കനോട്ട് ബി ക്യാൻസൽ. അപ്പം ഇതിലൊരു ചെറിയ മാറ്റം വരുത്താം നമുക്ക്. ഇവിടെ ഒരു എം ഉണ്ട്, 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇവിടെ ഒരു i/r² ഉണ്ട് കേട്ടോ. i/r² ഈസ് ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലോ, 3/2 എം എന്ന് വന്നു. അപ്പോൾ i/r² ഈസ് ഈക്വൽ ടു i/r² ഈസ് ഈക്വൽ ടു ഈ എം അപ്പുറത്തേക്ക് പോകുമ്പം ഹാഫ് എം എന്ന് വന്നു, ഹാഫ് എം. ഇതിൽ നിന്ന് i ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനീഷ്യ ഈസ് ഈക്വൽ ടു ഹാഫ് mr² എന്ന് വന്നു, ഹാഫ് mr². ഹാഫ് mr² മൊമെൻ്റ് ഓഫ് ഇനീഷ്യ ഉള്ള ഒബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് മസ്റ്റ് ബി ഡിസ്ക് ഓർ സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടർ ഹാഫ് mr² ആണ്, അല്ലെങ്കിൽ mr²/2 ആണ്. ഡിസ്കിനും mr²/2 ആണ്. അതിലേതാ ഉള്ളത്? ഡിസ്ക് ആണോ സോളിഡ് സിലിണ്ടർ ആണോ എന്ന് നോക്കി. ഇറ്റ് ഈസ് ഡിസ്ക്, ദെർഫോർ ഇറ്റ് ഈസ് ഡിസ്ക്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ ഞാൻ ചെയ്തത്? എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ബോട്ടത്തിലുള്ള എനർജി ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയും റൊട്ടേഷൻ കൈനറ്റിക് എനർജിയും, ടോപ്പിലെത്തുമ്പോൾ നോ ട്രാൻസ്ലേഷൻ നോ റൊട്ടേഷൻ, ഓൺലി പൊട്ടൻഷ്യൽ എനർജി. ജസ്റ്റ് ഇക്വേറ്റ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ. നെക്സ്റ്റ് വൺ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയ കുട്ടികളെ. ദിസ് ഈസ് ലിറ്റിൽ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, സാധാരണ ചോദിക്കാറുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, ഫ്രം എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ, ഇതിൻ്റെ റേഡിയസ് ആർ ആൻഡ് മാസ് 9m. നോക്കി, എം എന്നല്ല തന്നെ 9m എന്നാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? 9m എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, എ സ്മോൾ ഡിസ്ക് ഓഫ് റേഡിയസ് r/3, കണ്ടോ ഇതിൻ്റെ റേഡിയസ് r/3 ഈസ് റിമൂവ്ഡ്, അതിനെ എടുത്ത് മാറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മാസ് എത്രയായിരിക്കും? ആ സ്മോൾ ഡിസ്കിൻ്റെ മാസ് എത്രയായിരിക്കും കുട്ടികളെ? ഇതിൻ്റെ മാസ് എത്രയായിരിക്കും? അതിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണെന്ന് വിചാരിക്കുക. സ്മോൾ ലെറ്റർ എം അതെങ്ങനെ കിട്ടും? നമുക്ക് നോക്കാം. വെയിറ്റ്, എന്താ നമുക്ക് വേണ്ടത്? റിമൂവ്ഡ്. ഇനി എന്താ? മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റിമൈനിങ് ഡിസ്ക്, ബാക്കിയുള്ള ഭാഗത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ആക്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഡിസ്ക് ആൻഡ് പാസിംഗ് ത്രൂ ഓ. ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ജോമെട്രിക് ആക്സിസ് ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ സ്ക്രീനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, നിങ്ങൾ കാണുന്ന സ്ക്രീനിലെ ആ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ആക്സിസ് ആലോചിച്ച് നോക്കൂ. ബാക്കിയുള്ള ഭാഗത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കണം. അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ അറിയാമോ? ഈ ഹോൾ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിച്ചിട്ട് ഈ റിമൂവ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനീഷ്യ അതിൽ നിന്ന് കുറയ്ക്കും. ഹോൾ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ദ പോയിന്റ് ഓ കണ്ടുപിടിക്കും. നോക്കി, ഹോൾ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ദ പോയിന്റ് ഓ കണ്ടുപിടിക്കും. എന്നിട്ട് റിമൂവ് ചെയ്ത പാർട്ടിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ഓ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. റിമൂവ് ചെയ്ത പാർട്ടിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ഈ പോയിന്റ് ഓ കണ്ടുപിടിക്കണം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. അതിന് ഈ റിമൂവ് ചെയ്ത പാർട്ടിൻ്റെ മാസ് അറിയണം. അതെങ്ങനെ അറിയും കുട്ടികളെ? ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ടോട്ടൽ മാസ്? 9m. വാട്ട്സ് ദ ടോട്ടൽ ഏരിയ? ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു πr². πr² ഇല്ലേ? എന്നിട്ട് റിമൂവ് ചെയ്ത ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ് ഡെൻസിറ്റി കണ്ടുപിടിച്ചിട്ട് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മാസ് പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ റിമൂവ് ചെയ്ത ഏരിയ πr² എന്ന് പറഞ്ഞാൽ എന്താ? r²/9 എന്ന് വരും. കാരണം റിമൂവ് ചെയ്ത r/3 ആണ്. അങ്ങനെ റിമൂവ് ചെയ്ത മാസ് എത്ര കിട്ടി? ദാറ്റ് ഈസ് ജസ്റ്റ് m. 9m നിന്ന് m റിമൂവ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ 9m എന്ന് വന്നത്. മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അവർ 9m തന്ന. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. എൻ്റെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? റിമൈനിങ് പാർട്ടിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ, ഈ പാർട്ട് റിമൈനിങ് പാർട്ടിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ ഹോൾ പാർട്ട്, ഒറിജിനൽ പാർട്ടിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ മൈനസ് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റിമൈനിങ്. ബോത്ത് ഷുഡ് ബി ടേക്കൺ അബൌട്ട് ഓ. അപ്പം ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ ഒറിജിനൽ? മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ്, റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഹാഫ് mr². ഹാഫ് m എത്രയാ? 9m. r² ഹാഫ് mr². ദാറ്റ്സ് ഓൾ. ദെൻ വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റിമൂവ്ഡ് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് നിങ്ങൾ കണ്ടുപിടിക്കൂ. എന്നിട്ട് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യും. എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എത്രയാണ് കുട്ടികളെ? ഹാഫ് m. അതിൻ്റെ മാസ് m ആണ്. റിമൂവ് ചെയ്തതിൻ്റെ മാസ് m ആണ്. ടോട്ടൽ മാസ് 9m. m r എന്നല്ല, r² എന്ന് പറഞ്ഞാൽ r/3². അപ്പോൾ r²/9 പ്ലസ് മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ. ശരിയല്ലേ? ഇത് മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് cm ആണ്, ICM ആണ്. ICM പ്ലസ് m d² നമ്മൾ പഠിച്ചത്. വേർ d ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെർപെൻഡിക്കുലർ ആക്സിസ്. അല്ലേ? പാരലൽ ആക്സിസ്, പെർപെൻഡിക്കുലർ ആക്സിസ് അല്ല, പാരലൽ ആക്സിസ്. അപ്പോൾ m മാസ് റിമൂവ് ചെയ്ത m ആണ്. ഡിസ്റ്റൻസ് ഇല്ലേ? ഇവിടുന്ന് ഇവിടം വരെ 6, ഇവിടുന്ന് ഇവിടം വരെ r/3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2r/3. അതിൻ്റെ സ്ക്വയർ എത്രയാ? 2r/3. 4r² ഡിവൈഡഡ് ബൈ 9. അതെത്ര കിട്ടിയെന്ന് നോക്കിയേ. നമുക്ക് mr²/9 ചെയ്യുകയാണെങ്കിൽ mr²/9 കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എത്ര കിട്ടും? ഹാഫ് പ്ലസ് 4. അപ്പം 9/2. അങ്ങനെ ഇവിടെ നമുക്ക് mr²/2 എന്ന് കിട്ടി. ഇനി എന്താണ് നമ്മുടെ ലോജിക്ക്? നമുക്കിപ്പം ഹോൾ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഉണ്ട്. മനസ്സിലാക്കൂ.
റിമൂവ് ചെയ്ത പാർട്ടിൻ്റെയും ഉണ്ട്. രണ്ടും എബൌട്ട് ദിസ് പോയിന്റാണ് ഞാൻ കണ്ടുപിടിച്ചത്. എബൌട്ട് ഓ കണ്ടുപിടിച്ചു. അപ്പോൾ ഒന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതിനെ റിമൂവ് ചെയ്യല്ലേ ഇത്, അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റിമൈനിങ് ഈസ് ഈക്വൽ ടു, ആലോചിച്ച് നോക്കൂ, മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ ഒറിജിനൽ മൈനസ് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റിമൂവ്ഡ്. മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റിമൂവ്ഡ്. മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ ഒറിജിനൽ എത്രയാ? 9/2 mr² മൈനസ് mr²/2. 9/2 എന്ന് പറഞ്ഞാൽ 4.5 mr²ൽ നിന്ന് mr² കുറയ്ക്കുകയാണ്. അപ്പോൾ 4 mr² എന്ന് വരും. 4 mr². ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ റിമൈനിങ് പാർട്ട്. ഇത് യൂഷ്വലി സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. സാധാരണ ചിലപ്പം ഒരു ഡിസ്കിൽ നിന്ന് ഒരു ഡിസ്ക് ഇങ്ങനെ തരും, അതിൽ നിന്ന് ഇത് ഇങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് പറയും. r/2 റേഡിയസ് ഉള്ളത്, സാധാരണ ചോദിക്കാറുള്ളത് അതാണ്. r/2 റേഡിയസ് ഉള്ളത് റിമൂവ് ചെയ്തു. ഇത് ഈ r/2 റേഡിയസ് ഉള്ളത് റിമൂവ് ചെയ്യുന്ന കേസ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെടുക്കാണ്ട് ഞാൻ ഇതെടുത്തത്. എല്ലാം ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കുക. r/2 റേഡിയസ് ആണെങ്കിലും എന്താണെങ്കിലും ബേസിക്കലി ഇതാണ് തിയറി. അതിൻ്റെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ വിടരുത് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യണം, ടൈം എടുത്ത് ചെയ്യണം, തെറ്റിക്കാതെ ചെയ്യണം. 4 mr². വെരി ഗുഡ്. ചിലർ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്തു. നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ഞാൻ ആൻസറിൽ എത്തുന്നതിന് കഴിഞ്ഞ് മുമ്പ് നിങ്ങൾ ആൻസറിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ ടൈം എടുക്കും. നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് പോകണം. ഇനി അടുത്തതിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരുന്നു നോക്കി? 4th one ആൻസർ ഈസ് mr². ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുക. നോക്കൂ, ഇതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. നത്തിങ് ടു ഡു, ഇതിലൊന്നും ചെയ്യാനില്ല. ഇത് തിയറി അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. എ ഡിസ്ക് ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന്റെ വെലോസിറ്റി 0 ആണ്. ഈ ഗ്രൗണ്ടിലാണല്ലോ, ഗ്രൗണ്ടിന്റെ വെലോസിറ്റി എത്രയാണ്? 0. അപ്പോൾ നോ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഓഫ് കോണ്ടാക്ട് വിത്ത് ദ ഗ്രൗണ്ടിന്റെ വെലോസിറ്റിയും 0 ആണ്. അതുകൊണ്ട് ആ പോയിന്റിനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിസോ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് വിളിക്കാം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വെയിറ്റ്. PQ are 2 points equidistant from the center C. P and Q are 2 points equidistant എന്നാണ് പറഞ്ഞത്. പിയും ക്യൂവും ഒരേ ഡിസ്റ്റൻസ് ആണ്. കാണുമ്പോൾ ഒരേ ഡിസ്റ്റൻസ് പോലെ അല്ല തോന്നിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് PQ are 2 points equidistant from the center C. സെന്റർ സി എന്നാണ് പറഞ്ഞത്. നോ ഫ്രം ദിസ് പോയിന്റ് അല്ല, സെന്റർ സിയിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ളതാണ്. ഓക്കെ, വെയിറ്റ്, സെന്ററിൽ നിന്നാണ് കേട്ടോ, ഈ പോയിന്റിൽ നിന്നല്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ നോട്ട് ഫ്രം ദിസ് പോയിന്റ്, ഫ്രം സെന്റർ ദേ ആർ ഈക്വൽ ഡിസ്റ്റൻസ്. ലെറ്റ് VP, VQ, VC ആർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് പോയിന്റ് PQC റെസ്പെക്റ്റീവ്ലി. ഓരോന്നിൻ്റെയും വെലോസിറ്റി. കുട്ടികളെ, ഇത് മൂവ് ചെയ്യുമ്പം സിക്ക് VCM മാത്രമേ ഉള്ളൂ. ക്യൂവിന് VCMഉം ഉണ്ട്, VCMഉം ഉണ്ട്. സം R ആണെങ്കിൽ R ഒമേഗയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വെലോസിറ്റി ആയിരിക്കും അതിന് വരിക. വെക്ടർ സം. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ എന്താ എൻ്റെന്നറിയാമോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എബൌട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ ആണിത്. അതിൽ കൂടെ ഒരു ആക്സിസ് ആലോചിച്ച് നോക്കി, ഒരു ആക്സിസ് ഇതിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ബോഡി ഈസ് റോൾ പ്യുവർ റൊട്ടേഷനിലാണ് എബൌട്ട് ദിസ് പോയിന്റ്. ആക്ച്വലി ഈ ബോഡി എന്താ ചെയ്യുന്നത്? ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ നോക്കിയാണെങ്കിൽ, ഇറ്റ് ഈസ് ഡൂയിങ് 2 things. വാട്ട് ആർ ദേ? ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റിംഗ് വിത്ത് വെലോസിറ്റി V and it is rotating with the angular speed omega. It's a combination of 2 motion for anyone who is on the ground. But if you sit at this point, that particular point, whose velocity is 0? എന്തുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി 0 ആയത്? ഇതിന് V എന്ന് പറയുന്ന വെലോസിറ്റി ഫോർവേഡ് ഉണ്ട്, R ഒമേഗ എന്ന് പറയുന്ന ആ പോയിന്റിന് ബാക്ക്വേർഡും ഉണ്ട്, R ഒമേഗ. അപ്പോൾ ഇതിൻ്റെ നെറ്റ് വെലോസിറ്റി എത്രയായിരിക്കും? വിയും R ഒമേഗയും സെയിം ആണെങ്കിലാണ് പ്യുവർ റോളിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും ക്യാൻസലായി. ഇതിൻ്റെ വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 0 ആണ് ഈ പോയിന്റിൻ്റെ. അപ്പോൾ ആ പോയിന്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ബോഡി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കാണില്ല, ഈ ബോഡി പ്യുവർ റൊട്ടേറ്റ് ചെയ്യുന്നതേ കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ ബോഡി സീംസ് ടു ബി അണ്ടർ പ്യുവർ റൊട്ടേഷൻ ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് പോയിന്റ് ഓഫ് റൊട്ടേഷൻ, ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു. അതൊരു ഇൻസ്റ്റന്റേനിയസ് പോയിന്റ് ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൽ നിങ്ങളിങ്ങനെ ജോയിൻ ചെയ്യുക. ഈ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി ഉണ്ടല്ലോ VC ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ലുക്ക്,
വി സി ഏതിന് ഞാനിപ്പം വരച്ച ആ ലൈൻ ഉണ്ടല്ലോ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റി ഓഫ് സി. അതുപോലെ തന്നെ പി എന്ന പോയിന്റിലേക്ക് വരയ്ക്കൂ. ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൽ നിന്ന് പി എന്ന പോയിന്റിലേക്ക് വരയ്ക്കൂ. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി. വെലോസിറ്റി ഓഫ് പി വിൽ ബി പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. വെലോസിറ്റി ഓഫ് സി വിൽ ബി പെർപെൻഡിക്കുലർ ടു ദാറ്റ് ലൈൻ. ആൻഡ് വെലോസിറ്റി ഓഫ് ക്യൂ, ലുക്ക്, വെലോസിറ്റി ഓഫ് ക്യൂ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൽ നിന്ന് ക്യൂവിലേക്ക് വരയ്ക്കുക. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി. എല്ലാം ആർ ഒമേഗയായിരിക്കും, കാരണം ഇതിൻ്റെ ആംഗുലാർ സ്പീഡ് ഒമേഗയാണ്. അപ്പം 6 കൂടുമ്പോൾ 6 ഒമേഗയും കൂടും. ഏതിനാ കൂടുതൽ? 6 നോക്കൂ. ഇതിനല്ലേ കൂടുതൽ 6 ഇതിനല്ലേ കൂടുതൽ. അപ്പോൾ വി അബൌട്ട് ക്യൂ, വെലോസിറ്റി ഓഫ് ക്യൂ ആണ് ഏറ്റവും വലുത്. കാരണം വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ് കുട്ടികളെ. ഒമേഗ ഈസ് സെയിം ഫോർ ഓൾ. അപ്പോൾ 6 കൂടുതലുള്ളിടത്ത് വി കൂടുതലായിരിക്കും. ആർക്കാ കൂടുതൽ? ആർ ഓഫ് ക്യൂ ഈസ് ഗ്രേറ്റർ. അപ്പോൾ വെലോസിറ്റി ഓഫ് ക്യൂ ഗ്രേറ്റർ ദാൻ, പിന്നെ എത്രയാ? വെലോസിറ്റി ഓഫ് സി ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് പി. കാരണം പി ആണ് ഏറ്റവും കുറവാറുള്ളത്. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഡ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ്? എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഈസ് ദ പോയിന്റ് about which a body seems to be under pure rotation. വേറെ ഏത് പോയിന്റിൽ നോക്കിയാണെങ്കിലും ഇറ്റ് വിൽ ബി അണ്ടർ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ റോളിങ്ങിലായിരിക്കും. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദിസ്. ലൈവിൽ തന്നെ തുടരുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് 2 ഐഡന്റിക്കൽ ബോൾസ്. കണ്ടോ, എം ഇത് രണ്ടും ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ബോളാണെന്നാണ് പറഞ്ഞത്. ഈ 2 എണ്ണം ഐഡന്റിക്കൽ ബോൾ, ഒരേ മാസ് ഉള്ളത്. കണക്റ്റഡ് ബൈ ഈച്ച് ഓഫ് മാസ് എം കണക്റ്റഡ് ബൈ ലൈറ്റ് റോഡ്. ലൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ മാസ്ലെസ് റോഡ്. ഇത് കണ്ടോ, ഇത് ലൈറ്റ് റോഡാണെന്നാണ് പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ മാസ്ലെസ് റോഡ്. ഇഫ് ആൻ ഇമ്പൾസ് ജെ എം വി, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡെൽറ്റ ടി ഇല്ലേ? ഇതാണ് ഇമ്പൾസ്. അത് ചേഞ്ച് ഇൻ മൊമെൻറ്റവും ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതുകൊണ്ടാണ് എം വി എന്ന് ഇവിടെ വന്നത്. ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതുകൊണ്ടാണ് എം വി എന്ന് ഇവിടെ വന്നത്. ഓക്കെ, ഈസ് ഇമ്പാർട്ടഡ് ടു ദ ബോഡി അറ്റ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്. ഇതൊരു ഇമ്പൾസ് ആണ് ജെ, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് വുഡ് ബി ഇറ്റ്സ് ആംഗുലാർ വെലോസിറ്റി. ഇതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എത്രയായിരിക്കും? ഈ ബോഡി എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ബോഡി 2 കാര്യം ചെയ്യും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, വിത്ത് സർട്ടൻ വെലോസിറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യും. ആൻഡ് ദിസ് വിൽ റൊട്ടേറ്റ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഇറ്റ് വിൽ റൊട്ടേറ്റ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഈ ഇമ്പൾസ് റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിസീവ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഒരു നേർരേഖയിൽ പോകുന്ന കാണാം. ആൻഡ് അബൌട്ട് ദാറ്റ് ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അബൌട്ട് വാട്ട് പോയിന്റ് വിൽ ഇറ്റ് റൊട്ടേറ്റ്? അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ഇറ്റ് റൊട്ടേറ്റ്സ്. അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഇനിയും ഈ ആംഗുലാർ സ്പീഡാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ആംഗുലാർ സ്പീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾ ഈ കോൺസെപ്റ്റ് അറിയണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ലീനിയർ ഇമ്പൾസ് ജെ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വൽ ആണെന്ന് അറിയാമല്ലോ. അതുപോലെ ആംഗുലാർ ഇമ്പൾസ് ജെ തീറ്റ എന്ന് എഴുതാം. അത് ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ലീനിയർ ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതുപോലെ തന്നെ ആംഗുലാർ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം. ദാറ്റ്സ് എ കോൺസെപ്റ്റ് ഐ എം ഗോയിങ് ടു അപ്ലൈ. ലുക്ക് ഹിയർ, angular impulse is equal to change in what? Angular momentum. Change in angular. ഇനി ആംഗുലാർ ഇമ്പൾസ് എങ്ങനെയാണ് കിട്ടുക?
ലീനിയർ ഇമ്പൾസിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലീനിയർ ഇമ്പൾസ് ജെ ആണെന്ന് വിചാരിക്കുക, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക. എബൌട്ട് ദിസ് പോയിന്റ്, എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഈ പോയിന്റ് എന്താണ് കുട്ടികളെ? സെൻറ്റർ ഓഫ് മാസ് ആണ്. സെൻറ്റർ ഓഫ് മാസിന് എബൌട്ട് ഇത് എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞേ? ഇറ്റ് വിൽ ട്രാൻസ്ലേറ്റ് വിത്ത് വെലോസിറ്റി, സം വെലോസിറ്റി v, ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ റൊട്ടേറ്റ് വിത്ത് സം ആംഗുലാർ സ്പീഡ് ഒമേഗ. Try to understand about center of mass, it does so. That is equal to change in angular momentum എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം. ഇനി ജെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? എം വി എന്ന് തന്നിട്ടുണ്ട്. ജെ എം വി എന്ന് തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കൂ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഈ എം വി ഇങ്ങനെയല്ലേ? എം വി ഇങ്ങനെയല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇതാ L/2 ആണ്. എൽ ആണ് റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ L/2 ഇൻറ്റു L/2 ഈസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം എത്രയാ? I ഒമേഗ. ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം എത്രയാ? 0. ഇറ്റ് വാസ് നോട്ട് ഡൂയിങ് എനിത്തിങ്, നോ ആംഗുലാർ മൊമെൻറ്റം. I എത്രയാണ് കുട്ടികളെ? വാട്ട് ഈസ് I? മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദിസ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ്. മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ICM ഒമേഗ എന്ന് എഴുതാൻ ഞാൻ. I ഒമേഗ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് അടിക്കും. ICM ഒമേഗ, ബിക്കോസ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ICM ഒമേഗ മൈനസ് 0. വാട്ട് ഈസ് ICM? അത് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് ICM? മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദിസ് പോയിന്റ് മാസ് എബൌട്ട് ദിസ് സെൻറ്റർ ഓഫ് മാസ്. മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ. അങ്ങനെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് 2 ടൈംസ് മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ L/2 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്ക്വയർ, മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ അത് എത്ര കിട്ടി കുട്ടികളെ? ദാറ്റ് ICM ഈക്വൽ ടു ML²/2 എന്ന് കിട്ടി. ശരിയല്ലേ? ML²/2. സ്മോൾ ലെറ്റർ എം ആണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ എം ആയിരുന്നു ഞാനിവിടെ എഴുതേണ്ടത്. ഞാൻ സ്മോൾ ലെറ്റർ എഴുതിപ്പോയി. ലെറ്റ് മീ റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ എം. അപ്പം നമുക്ക് ഇവിടെ MVL/2 ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ റൈറ്റ് ഹിയർ, ML² /2 ഒമേഗ. ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് കൂടെ? 2ഉം 2ഉം വെട്ടിക്കളയാം. നോക്കൂ, 2ഉം വെട്ടിക്കളയാം, എമ്മും വെട്ടിക്കളയാം, ഒരു L വെട്ടിക്കളയാം. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു V/L എന്ന് വരും. ഫ്രം ഹിയർ വി ഗെറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു V/L. ദാറ്റ് ഈസ് വാട്ട് V/L. ഒമേഗ ഈസ് ഈക്വൽ ടു V/L. ഇവിടെ ഞാൻ എന്ത് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തതെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ലീനിയർ ഇമ്പൾസ് എന്തിന് ഈക്വലാ? ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റത്തിന് ഈക്വലാണ്. ആംഗുലാർ ഇമ്പൾസ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം. എങ്ങനെ ആംഗുലാർ ഇമ്പൾസ് കണ്ടുപിടിക്കുക? ലീനിയർ ഇമ്പൾസ് തന്നാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലീനിയർ ഇമ്പൾസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് വാട്ട്? ആംഗുലാർ ഇമ്പൾസ്. ആംഗുലാർ ഇമ്പൾസ് അല്ലെങ്കിൽ ടോർക്ക് ഇൻറ്റു ടൈം, ടോർക്ക് d θ. അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങളിവിടെ ലീനിയർ ഇമ്പൾസിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ, പറഞ്ഞുതരാം, വീണ്ടും പറഞ്ഞുതരാം. റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്തുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്? ഇത് പോയിന്റ് മാസ്, റോഡ് മാസ്ലെസ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് റോഡാണ്, പക്ഷേ ഇത് മാസ്ലെസ് ആണ്. അതുകൊണ്ട് റോഡിന് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇല്ല. ഈ മാസിനുണ്ട്. ഒരു പോയിന്റ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്കറിയാം. മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ, മാസ് ടൈംസ് ഡിസ്റ്റൻസ് ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാ? നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. ആൻസർ ഈസ് ഈക്വൽ ടു V/L. ദാറ്റ്സ് ആൻസർ, V/L. അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കൂ, ഇതെന്താണെന്ന് നോക്കി. ഈ ഡിസ്ക് ഓഫ് മാസ് M ആൻഡ് റേഡിയസ് R. ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ റേഡിയസ് എത്രയാണ് പറഞ്ഞേ? R. റേഡിയസ് R, മാസ് M. എന്താ ഇത് ചെയ്യുന്നത്? റോളിംഗ് വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ. റോളിംഗ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് പ്യുവർ റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ വെലോസിറ്റി ഉണ്ടല്ലോ കുട്ടികളെ, ഇതിൻ്റെ വെലോസിറ്റി v അതെന്തിന് ഈക്വൽ ആയിരിക്കണം? R ഒമേഗയ്ക്ക് ഈക്വലാണ്. V is equal to R omega because it is pure rolling. Okay, then the magnitude of angular moment of the disk about the origin about this point in the angular moment കണ്ടുപിടിക്കണം. ഇതിന് രണ്ട് ആംഗുലാർ മൊമെൻ്റ് ഉണ്ട്. ഒന്ന് ആംഗുലാർ മൊമെൻ്റ് ഡ്യൂ ടു ട്രാൻസ്ലേഷൻ, ഒന്ന് ആംഗുലാർ മൊമെൻ്റ് ഡ്യൂ ടു റൊട്ടേഷൻ.
എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ് ആൻഡ് ആംഗുലാർ മൊമെന്റം എബൌട്ട് സെന്റർ ഓഫ് മാസ്. എന്താണ് ആംഗുലാർ മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്? ആംഗുലാർ മൊമെന്റം ട്രാൻസ്ലേഷൻ ആംഗുലാർ മൊമെന്റം. വാട്ട് ഈസ് ആംഗുലാർ മൊമെന്റം എബൌട്ട് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സ്പിൻ ആംഗുലാർ മൊമെന്റം ഓർ റൊട്ടേഷൻ ആംഗുലാർ മൊമെന്റം. അതിലേക്ക് നമുക്ക് പോവാം. സോ ഇങ്ങനെയുള്ള പൊസിഷനിൽ നോക്കൂ, ഇതിന്റെ തിയറിയും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ സെന്റർ ഓഫ് മാസ് എടുക്കുക. സെന്റർ ഓഫ് മാസ്, വാട്ട് ഈസ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം? ദാറ്റ് ഈസ് സോ സിമ്പിൾ. ലീനിയർ മൊമെന്റം ഈസ് മാസ് ടൈംസ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ആൻഡ് അതിന്റെ പൊസിഷൻ വെക്ടർ, ലുക്ക്, ആ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ എബൌട്ട് ദ പോയിന്റ് ഓ, ഞാൻ അതിനെ RCM എന്ന് എഴുതാം. RCM. ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കുക, എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നോക്കൂ, ആംഗുലാർ മൊമെന്റം എബൌട്ട് ദ പോയിന്റ് O എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആംഗുലാർ മൊമെന്റം പ്ലസ് ആംഗുലാർ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ്. ആംഗുലാർ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെന്റർ ഓഫ് മാസിന്റെ ഒപ്പം ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. യു ആർ മൂവിങ് വിത്ത് സെന്റർ ഓഫ് മാസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് മാത്രം എന്ന് പറഞ്ഞാൽ സ്പിൻ ചെയ്യുന്നത് മാത്രമേ കാണുള്ളൂ. ഓക്കെ, ബിക്കോസ് യു ആർ മൂവിങ് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ സ്പിൻ ആംഗുലാർ മൊമെന്റം Iω. അപ്പോൾ ഈ ഓരോന്നും ഞാൻ എഴുതാം. സി, ആംഗുലാർ മൊമെന്റം എബൌട്ട് O ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ആംഗുലാർ മൊമെന്റം എങ്ങനെ എഴുതുക? R ക്രോസ് MV, R ക്രോസ് P. R എന്ന് പറഞ്ഞാൽ എന്താ? RCM ക്രോസ് MVCM. RCM cross MVCM. R cross P, because you are writing the angular momentum of center of mass. The entire mass is supposed to be concentrated here. The entire mass and the center of mass ലാണെന്ന് വിചാരിക്കുക. ഓക്കെ, കാരണം സെന്റർ ഓഫ് മാസിന്റെ ബിഹേവിയർ അങ്ങനെയാണ്, ആസ് ഇഫ് ദ എൻറ്റയർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ദെയർ. അപ്പം ഇതിനെ ഒരു പോയിന്റ് പാർട്ടിക്കിൾ പോലെ എടുത്തുകൊണ്ട് ഇതിന്റെ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിച്ചു. ഇനിയും എന്താണെന്ന് ചോദിച്ചാൽ ആംഗുലാർ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ്, that is nothing but spin angular momentum Iω. ഇനി ഇത് എന്താ സാധനം? I ഒക്കെ എഴുതണ്ടേ? ഇനി വാട്ട് ഈസ് RCM ക്രോസ് MVCM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ MVCM ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ഓക്കെ അല്ലേ? ശരിയല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? LO ഈസ് ഈക്വൽ ടു MVCM ഇൻറ്റു R. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് R. ദിസ് R. ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ലൈൻ ഇത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം O, ദിസ് വൺ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് R. അതുകൊണ്ടാണ് MVCM ഇൻറ്റു R. അത് ഏത് ഡയറക്ഷനാണെന്ന് നോക്കിയേ. അത് ഏത് ഡയറക്ഷനാണെന്ന് ചോദിച്ചാൽ R ക്രോസ് MVCM എന്ന് പറഞ്ഞാൽ ഇൻറ്റു ദ ബോർഡാണ് വരുന്നത് അല്ലേ? അത് വേണേൽ ഡയറക്ഷൻ എഴുതുകയാണെങ്കിൽ -K എന്ന് എഴുതണം. -K ഇൻറ്റു ദ ബോർഡ് പ്ലസ് I മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദിസ്. തൽക്കാലം ഞാൻ Iω എന്ന് തന്നെ എഴുതാം. Iω അതെങ്ങോട്ടാ? ഒമേഗയുടെ സ്പിന്നും എങ്ങോട്ടാ? K ഡയറക്ഷനാണ്. -K രണ്ടും -K ഡയറക്ഷനാണ്. കാരണം ഞാനിവിടെ വെക്ടർ ഫോമിൽ എഴുതിയേ, അതുകൊണ്ട് ഇവിടെ ഞാൻ വെക്ടർ ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. അവസാനം ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കും. ഐ വിൽ ടേക്ക് മാഗ്നിറ്റ്യൂഡ് ലാസ്റ്റ്. ഇനി VCMഉം ഒമേഗയും തമ്മിൽ ബന്ധമുണ്ട് കുട്ടികളെ. ഇത് ഏതിൻ്റെ ടേമിലാണ് തന്നേന്ന് നോക്കിയേ? ഒമേഗയുടെ ടേമിലാണ് തന്നേക്കുന്നത് കണ്ടോ? ഒമേഗയുടെ ടേമിൽ. അപ്പം VCMനെ ഒഴിവാക്കണം. VCMനെ എന്ത് എഴുതണം? ഫോർ പ്യുവർ റോളിംഗ് VCM ഈസ് ഈക്വൽ ടു Rω ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം VCMന് പകരം Rω എഴുതണം, വേണ്ടേ? അപ്പം LO ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. മാഗ്നിറ്റ്യൂഡ്, ഓൺലി മാഗ്നിറ്റ്യൂഡ്. അല്ലെങ്കിൽ R, ഓൾറെഡി R ഉണ്ട്, അപ്പോൾ R² ഒമേഗ പ്ലസ് ഇതെന്താണ്? ഒബ്ജക്റ്റ് ഡിസ്ക് ആണ്. ഡിസ്ക് ആയതുകൊണ്ട് mR²/2 mR²/2 ഇൻറ്റു ഒമേഗ. ഇത് രണ്ടും ഏത് ഡയറക്ഷനിലാണ്? -K ഡയറക്ഷനാണ്. -K ആംഗുലാർ മൊമെന്റത്തിന് എഴുതി. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതു കുട്ടികളെ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ -K എടുത്ത് കളാം, ബാക്കിയുള്ള എഴുതിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടി? ഇത് ക്യാപിറ്റൽ ലെറ്റർ M ആണ് കേട്ടോ. ഞാൻ ചിലയിടത്ത് ക്യാപിറ്റൽ ലെറ്റർ എമ്മും ചിലയിടത്ത് സ്മോൾ ലെറ്റർ എമ്മും എഴുതി പ്രശ്നമാക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ ക്യാപിറ്റൽ ലെറ്റർ M എഴുതാം. M
അപ്പം ആംഗുലാർ മൊമെൻറ്റം എബൌട്ടോ മാഗ്നിറ്റ്യൂഡ് ഓൺലി എത്രയാ 3/2 mr² ഒമേഗ. ഇതെന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഓൺലി 3/2 mr² ഒമേഗ. നോക്കൂ, ലുക്ക്, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്പിന്ന് ചെയ്തിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കൂ, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്പിന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഇത് കെ ഡയറക്ഷനിലാകുമായിരുന്നു. അപ്പോൾ എന്ത് വന്നേനെ? അപ്പോൾ ½ mr² ഒമേഗ എന്ന് വന്നേനെ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സ്പിൻ രണ്ടിൻ്റെയും ഡയറക്ഷൻ നോക്കണം. ഇവിടെ രണ്ടും ട്രാൻസ്ലേഷൻ ആംഗുലാർ മൊമെൻറ്റവും റൊട്ടേഷൻ ആംഗുലാർ മൊമെൻറ്റവും സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും ഒരേ ഡയറക്ഷനിലാണ്, -k ഡയറക്ഷനിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ട്രാൻസ്ലേഷൻ ആംഗുലാർ മൊമെൻറ്റം എങ്ങോട്ട് വരും? ഇൻറ്റു ദ ബോർഡും സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഔട്ട് ഓഫ് ദ ബോർഡും വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ കെ വരും, പോസിറ്റീവ് കെ വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് കെയും ഇവിടെ നെഗറ്റീവ് കെയും വരും, ഇല്ലേ? അപ്പോൾ എന്ത് വരും? ½ mr² എന്ന് വന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? യെസ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. ഇത് JEE മെയിനും ചോദിച്ചതാണ്. JEE മെയിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് ടിക്ക് ചെയ്തിട്ട് പോകാം അല്ലേ? ആൻസർ 3/2 mr². 3/2 mr². ദാറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം. ഇനി നോക്കിയ കുട്ടികളെ, ഇനി നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഇപ്പം വരെ നമ്മൾ റൊട്ടേഷനാണ് ചെയ്തത് അല്ലേ? ദ മാസസ് ആൻഡ് റേഡി ഓഫ് എർത്ത് ആൻഡ് മൂൺ ആർ m1, r1, m2, r2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, their centers are at a distance d. The minimum speed with which the particle of mass m should be projected from the point midway between the two centers so that it escape to infinity. Okay, എർത്തും ഉണ്ട് മൂണും ഉണ്ട്, അതിൻ്റെ മാസും റേഡിയസും തന്നിട്ടുണ്ട്. നോക്കൂ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന്, അപ്പോൾ നമ്മുടെ സെപ്പറേഷൻ d ആണെന്ന് പറയുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് ഒരു പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്യണം, m മാസുള്ള ഒരു പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, such that it goes to infinity. Then what is the value of speed അല്ലെങ്കിൽ വെലോസിറ്റി എത്രയായിരിക്കണം? കുട്ടികളെ, ഇത് ഇൻഫിനിറ്റിയിൽ പോണതിലത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സീറോ ആണെങ്കിൽ ഇൻഫിനിറ്റി പോവും, ഇൻഫിനിറ്റിയിൽ റെസ്റ്റിലായിരിക്കും. ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി ആണ് 0 ആണെങ്കിലോ, ടോട്ടൽ എനർജി ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി ആണ് 0 ആണെങ്കിലോ, അത് ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ട് അവിടെ അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ഇറ്റ് വിൽ ഹാവ് സം വെലോസിറ്റി ദെയർ. അപ്പം മിനിമം കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ടോട്ടൽ എനർജി മസ്റ്റ് ബി 0. അപ്പോൾ എസ്കേപ്പ് ചെയ്യുന്നതിലത്തെ കണ്ടീഷൻ എന്താണ്? ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ് ഓർ 0. നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഇറ്റ് കനോട്ട് എസ്കേപ്പ് ഫ്രം, ഇറ്റ് വിൽ ബി എ ബൗണ്ട് സിസ്റ്റം ആൻഡ് ഇറ്റ് കനോട്ട് എസ്കേപ്പ് ഫ്രം ദ സിസ്റ്റം. ഇനി നോക്കിയേ, ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതാ, ഇതിൻ്റെ ടോട്ടൽ എനർജി നിങ്ങൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? ടോട്ടൽ എനർജി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇതിന് 2 എനർജി ഉണ്ട് കുട്ടികളെ. ഒന്ന് എന്താണ്? കൈനറ്റിക് എനർജി. അത് നമ്മൾ കൊടുത്തത് v സ്പീഡിലാണ് നമ്മൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടീഷൻ ഇതായിരുന്നല്ലോ. വാട്ട് വാസ് ദ കണ്ടീഷൻ? ലെറ്റ് മീ റൈറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. ടു എസ്കേപ്പ് ചെയ്യാൻ വേണ്ട കണ്ടീഷൻ എന്താണ് നോക്കൂ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതായിരിക്കണം കണ്ടീഷൻ. കൈനറ്റിക് എനർജി എത്രയാ? ഹാഫ് ടൈം മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. ഇതാണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എത്ര എണ്ണം ഉണ്ട്? ഇത് രണ്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ട് ഒരു പേർ എഴുതാം. ഇൻട്രാക്ഷൻ പൊട്ടൻഷ്യൽ എനർജി നോക്കൂ.
എർത്തും ആ മാസും തമ്മിലുള്ളത്. അതുപോലെ മൂണും മാസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അപ്പം രണ്ട് പേരുണ്ട്, രണ്ട് ടേം ഉണ്ട് അതിന് അല്ലേ. ഒരെണ്ണം മൈനസ് GM1M ബൈ ഡിസ്റ്റൻസ് എത്രയാ? D/2. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദ പാർട്ടിക്കിൾ D/2. ഒരെണ്ണം കൂടിയുണ്ട്, ഇതൊരു പൊട്ടൻഷ്യൽ എനർജിയായി. വൺ മോർ, അത് മൈനസ് GM2M ബൈ D/2. It must be greater than or equal to 0. That must be greater than or equal to 0. ഇവിടെ നിങ്ങൾക്ക് മാസ് ഓഫ് ദ ബോഡി ക്യാൻസൽ ചെയ്യാം. കണ്ടോ, എല്ലാ ടൈമിലും ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെലോസിറ്റി നീഡഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി പ്രൊജക്റ്റഡ്. ഈ മാസ് ഓഫ് ദ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഏത് ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യാനും ഒരേ എസ്കേപ്പ് വെലോസിറ്റി മതി എന്നർത്ഥം. ഇനി ഞാൻ ഇതിനെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ V² മാത്രം വന്നു. V² ഈസ് ഈക്വൽ ടു, ഇതെല്ലാം അപ്പുറം പോയി. എന്താ അപ്പുറം പോയേ? 4G/D. ഈ 2 കൂടെ അപ്പുറം പോകുമ്പോൾ 4G/D. പിന്നെന്താണ്? ദെൻ M1 പ്ലസ് M2. ശരിയല്ലേ? M2 ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് എഴുതേണ്ടത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. V² ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സോ ആൻഡ് സോ. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യണം? V കണ്ടുപിടിക്കണം അല്ലേ. V മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2√G/D M1 പ്ലസ് M2. M1 പ്ലസ് M2. ദിസ് ഈസ് ദ കണ്ടീഷൻ. അപ്പം ഈ വെലോസിറ്റിയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഇതിനെ എസ്കേപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് മിനിമം വെലോസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ V മിനിമം എത്രയാണെന്ന് ചോദിച്ചാൽ ഈക്വൽ ടു 2√G/D M1 പ്ലസ് M2. വളരെ സിമ്പിളാണ് കുട്ടികളെ. ടോട്ടൽ എനർജിയെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. യു ക്യാൻ ഡയറക്ട്ലി ഇക്വേറ്റ് ടു 0 ടു ഫൈൻഡ് ഔട്ട് ദ മിനിമം വെലോസിറ്റി. Did you understand? Next question. I am going to next question. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓപ്ഷൻ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ തിയറി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 9th question. 3 particles each of mass m are situated at the vertices of an equilateral triangle of side A. There is an equilateral triangle whose side is A. 3 particles are situated at the vertices of equilateral triangle. ആവശ്യമില്ലാത്ത ചാറ്റിങ് നിങ്ങൾക്കിടയിൽ ചെയ്യരുത്. ഓക്കെ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ചാറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ വിട്ടിട്ട് പോവുക. വേറെ മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലേ, വിട്ടിട്ട് പോവുക. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്, അവർ പഠിച്ചോളൂ. ദെൻ ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ വെർട്ടിസസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് എ. ദ ഓൺലി ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പാർട്ടിക്കിൾ ആർ ദെയർ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അവ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. ഇറ്റ് ഈസ് ഡിസൈഡ് ദാറ്റ് ഈച്ച് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ സർക്കിൾ വൈൽ മെയിൻറ്റെയിനിങ് ദ ഒറിജിനൽ മ്യൂച്വൽ സെപ്പറേഷൻ എ. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മൂവിങ്. ഈ 3 എണ്ണവും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോർമേഷൻ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇറ്റ് ഈസ് മൂവിങ് ഇൻ സർക്കിൾ ജസ്റ്റ് ലൈക്ക് ദിസ്. ലുക്ക് അറ്റ് ദിസ്. ലുക്ക് അറ്റ് ദ ഡയഗ്രാം. ഇനി ഫൈൻഡ് ദ ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഷുഡ് ബി ഗിവൺ ടു ഈച്ച് പാർട്ടിക്കിൾ. ഓരോ പാർട്ടിക്കിളും എത്ര വെലോസിറ്റി കൊടുക്കണം? V ആണെന്ന് വിചാരിക്കുക. V. ഫൈൻഡ് ദ
Initial velocity that should be given to each particle and also the time period of circular motion. Okay. Time period initial velocity എത്ര കൊടുക്കണം, ഇത് രണ്ടും കണ്ടുപിടിക്കണം. ടൈം പീരീഡും കണ്ടുപിടിക്കണം, ഇനീഷ്യൽ വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ടൈം പീരീഡ് നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ടൈം പീരീഡ് ഞാൻ കണ്ടുപിടിക്കുക, ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഇത് 60 ആംഗിൾസ് ആണ്. കാരണം ഇത് ഇക്വിലാറ്റർ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് ഈ ആംഗിൾ ഉണ്ടല്ലോ കുട്ടികളെ, ഇത് 30 ആയിരിക്കും, ഇത് 30, ഇത് 30, ഒക്കെ സിമ്പിൾ ജോമെട്രിയാണ്. എനിക്ക് ഈ ഡിസ്റ്റൻസ് എ ആണെന്നുണ്ട്, ഈ ഡിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിന് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ ഓൾ ഓഫ് യു. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് a/2 അല്ലേ, ഒരു സൈഡ് a/2 അല്ലേ, ഒരു സൈഡ് r അല്ലേ. അപ്പം a/2/r എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യസ്. a/2/r അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാം, r ഈസ് ഈക്വൽ ടു വാട്ട്, a/2 cos 30. a/2 cos 30. എന്തിനാണ് ഞാൻ r കണ്ടുപിടിക്കുന്നത്? എനിക്ക് r ആവശ്യമായിട്ട് വരും, റേഡിയസ് ഓഫ് ദ സർക്കിൾ എനിക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് r ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെക്കുക. a/2 cos 30 എന്ന് പറഞ്ഞാൽ എന്താ? a/2 cos 30 എന്ന് പറഞ്ഞാൽ √3/2 മുകളിലോട്ട് പോയി, അങ്ങനെ a/√3 ആണ് r. a/√3 ആണ് r എന്ന് പറയുന്ന സംഭവം. അല്ലെങ്കിൽ ഇത് സെൻട്രോയിഡ് ആണ്. ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന സാധനമാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് കോൺസെപ്റ്റ് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പക്ക ജോമെട്രി അപ്ലൈ ചെയ്താൽ മതി. ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് r കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ശ്രദ്ധിക്കൂ, ഞാൻ ടൈം പീരീഡ് കണ്ടുപിടിക്കാം, വെലോസിറ്റി നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കുക കേട്ടോ. ടൈം പീരീഡ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുക്കുക, ടേക്ക് എനി വൺ പാർട്ടിക്കിൾ. അതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് ടുവേഴ്സ് ദ സെൻറ്റർ ആയിരിക്കണം, കാരണം ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ സർക്കിൾ. ഈ ഫോഴ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാണ് കൊടുക്കേണ്ടത്? ഈ മ്യൂച്വൽ അട്രാക്ഷനിലെ കുട്ടികളെ, ആ പാർട്ടിക്കിളിനെ, എ എന്ന പാർട്ടിക്കിളിനെ ബിയും സിയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, ബിയും സിയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ആ ഫോഴ്സ് സ്മോൾ ലെറ്റർ എഫ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ്, ഇത് കണ്ടോ, ഈ കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റ് എന്താവും? ക്യാൻസൽ ആയി പോവും. കൊസൈൻ കമ്പോണൻറ്റ്, ഇത് 30 ആയിരിക്കും ആംഗിള്. ദിസ് ഈസ് 30 ആൻഡ് ദിസ് ഈസ് 30. അങ്ങനെയാണെങ്കിൽ ഈ എഫിനെ എഫ് സൈൻ 30, എഫ് കോസ് 30 എന്ന് റിസോൾവ് ചെയ്യാം. ഈ എഫിനെയും എഫ് സൈൻ 30, എഫ് കോസ് 30 എന്ന് റിസോൾവ് ചെയ്യാം. എഫ് സൈൻ 30 രണ്ടെണ്ണത്തിനെ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ആരാ ആഡ് ചെയ്യപ്പെടുന്നത്? എഫ് കോസ് 30 പ്ലസ് എഫ് കോസ് 30. അതാണ് എഫ് നെറ്റ്. എഫ് നെറ്റ് എന്താണ് കുട്ടികളെ? നെറ്റ് ഫോഴ്സ്, ഒരു പാർട്ടിക്കിളിനെ നെറ്റ് ഫോഴ്സ്. ഹൗ മച്ച് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് കോസ് 30 പ്ലസ് എഫ് കോസ് 30 മീൻസ് 2f cos 30. ഈ നെറ്റ് ഫോഴ്സ് എന്തിനെ കൊടുക്കുന്നു? സെൻട്രിപിറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ നെറ്റ് ഫോഴ്സിനെ mv², വി ആണോ കണ്ടുപിടിക്കണം? ഞാൻ ആദ്യമേ വി കണ്ടുപിടിക്കാം. ഓക്കെ, വി കണ്ടുപിടിക്കാൻ പോവാം. ടൈം പീരീഡ് നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കൂട്ടെ. mv²/r. വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നു. mv²/r ഈസ് ഈക്വൽ ടു 2 ഫോഴ്സ് ബിറ്റ്വീൻ 2 പാർട്ടിക്കിൾ. നോക്കിയേ, ഇതും തമ്മിലുള്ള ഫോഴ്സ്, ഇത് രണ്ടും തമ്മിലുള്ള ഫോഴ്സ് എത്രയാ? g m1 m2 എന്ന് പറഞ്ഞാൽ m² ഡിവൈഡ് ബൈ അവ തമ്മിലുള്ള സെപ്പറേഷൻ്റെ സ്ക്വയർ a². cos 30യുടെ വാല്യൂ √3/2. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ആറിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 2ഉം നമുക്ക് വെട്ടിക്കളയാം. ഒരു m നമുക്ക് വെട്ടിക്കളയാം, വേറെ ഒരു കളർ എടുക്കുക, എന്നാലേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഈ 2ഉം വെട്ടിക്കളഞ്ഞു, ഒരു m വെട്ടിക്കളഞ്ഞു. അപ്പോൾ r അങ്ങോട്ട് എടുക്കുക കേട്ടോ. r ഈസ് ടേക്ക് അറ്റ് ദാറ്റ് സൈഡ്. അപ്പോൾ v² ഈസ് ഈക്വൽ ടു √3 gm/a² ഇൻറ്റു r എന്നാണ് വരുന്നത്. ഇൻറ്റു r. എന്താണ് r എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? a/√3 ആണ്. r ഈസ് a/√3. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഈ r നെ അങ്ങോട്ട് എടുത്തു.
എന്നിട്ട് r എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? a/√3. a/√3. ഓക്കെ. ഈ √3യും ഈ √3യും കളഞ്ഞാൽ ഈ എയും കളഞ്ഞാൽ നമുക്ക് v കിട്ടിക്കഴിഞ്ഞു. വെലോസിറ്റി ഈസ് ഈക്വൽ ടു gm/a under root. gm/a under root. That is what velocity is. ഇനി ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹൗ വിൽ യു ഫൈൻഡ് ടൈം പീരീഡ്? ടൈം പീരീഡ് കണ്ടുപിടിക്കണേ വെലോസിറ്റി കണ്ടുപിടിക്കുകയാണ്. ഡിസ്റ്റൻസിനെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഡിസ്റ്റൻസ് ഒരു തവണ കറങ്ങുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? 2πr. ആറിന് നമുക്കിത് കൊടുക്കാം. 2πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി. വെലോസിറ്റി ഇത്. അങ്ങനെ ടൈം പീരീഡിലേക്ക് ഞാൻ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. 2πr ഡിവൈഡഡ് ബൈ v. ഓക്കെ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2πr എന്ന് പറയുന്നത് എന്താ? a/√3. വെലോസിറ്റി എന്ന് പറഞ്ഞത് എന്താ? √gm/a. അപ്പോൾ നമുക്ക് 2π നമുക്ക് എന്ത് ചെയ്യാം? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π അതുപോലെ എഴുതി √a³ ഡിവൈഡഡ് ബൈ 3gm. √a³ ഡിവൈഡഡ് ബൈ 3gm. അങ്ങനെ ടൈം പീരീഡും കണ്ടുപിടിക്കാം. ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കുക, ടൈം പീരീഡ് കണ്ടുപിടിക്കുക. 2πr ഡിവൈഡ് ബൈ v ചെയ്താൽ നമുക്ക് ടൈം പീരീഡ് y. മനസ്സിലായ കുട്ടികളെ? ഒന്നുമില്ല. നെറ്റ് ഫോഴ്സിനെ ഇവിടെ കുറച്ച് ട്രിഗ്നോമെട്രി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡാണ് തന്നിട്ടുള്ളത് a. അപ്പോൾ ഈ റേഡിയസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിന് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്താൽ മതി. ട്രിഗ്നോമെട്രി. ഓക്കെ. അങ്ങനെ r ആദ്യമേ കണ്ടുപിടിച്ച് വെക്കുക. പിന്നെ നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എഫ് ഉണ്ട്. അപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ √3f ആയിരിക്കും. കാരണം ഇത് തമ്മിലുള്ള ആംഗിൾ 60 അല്ലേ. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് 60 ആംഗിൾ ആണെങ്കിൽ √3 ടൈംസ് എഫ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടിയത്. √3 ടൈംസ് ദ ഫോഴ്സ്. √3 ടൈംസ് ദ ഫോഴ്സ്. ഓക്കെ. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു? പെട്ടെന്ന് പറയൂ. ഓക്കെ ആണോ? ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ജെയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഏന്ന് വരും, ഇതേന്ന് വരും കുട്ടികളെ. ചിലപ്പം 6ൻ്റെ സ്ഥാനത്ത് ഏന്ന് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇത് ഒന്നെങ്കിൽ സൈഡ് ഏന്ന് വരും, അല്ലെങ്കിൽ റേഡിയസ് ഏന്ന് വരും. നിങ്ങൾ റേഡിയസ് ഏന്ന് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കി. അപ്പം നിങ്ങൾക്ക് വേറൊരു ആൻസർ കിട്ടും. തിയറി ഇത് തന്നെയാണ്. ഫിസിക്സ്, ഇതിൻ്റെ പിന്നിലെ ഫിസിക്സ് ഇത് തന്നെയാണ്. പിന്നെ മാത്തമെറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ഇതിനും ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. ഇറ്റ്സ് വാസ് എ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആസ്ഡ് ഇൻ 1988. കണ്ടോ? നിങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1988. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ നോക്കി. എ സാറ്റലൈറ്റ് S is revolving in an elliptical orbit around Earth. The mass of the satellite is very small compared to the mass of the Earth. ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുന്നു. ആക്സിലറേഷൻ ഓഫ് S is always directed towards the center of Earth. ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് അറിയണം കേട്ടോ. The angular moment of S about the center of the Earth changes in direction but magnitude remains constant. ആംഗുലാർ മൊമെന്റം വേരിയബിൾ ആണെന്ന് പറയുന്നു. പിന്നെന്താ? ടോട്ടൽ മെക്കാനിക്കൽ എനർജി S varies periodically. ടോട്ടൽ മെക്കാനിക്കൽ എനർജി സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ലീനിയർ മൊമെന്റം S remains constant in magnitude. ലീനിയർ മൊമെന്റം എപ്പോഴും സെയിം ആണ് എന്ന് പറയുന്നു. നോക്കൂ, ഇവിടെ എർത്തുണ്ട്, ഇവിടെ ഒരു സാറ്റലൈറ്റും ഉണ്ട്. ആദ്യമേ തന്നെ എർത്ത് ഒരു ഒറിജിനായിട്ട് എടുത്തിട്ട് ഞാനൊരു പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നു, R. അല്ലെ, കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് ചെയ്യാം. സി, എർത്ത് ഞാൻ എന്ത് ചെയ്തു? ഒറിജിനായിട്ട് എടുത്തുകൊണ്ട് ഒരു പൊസിഷൻ വെക്ടർ വരച്ചു. ആരുടെ പൊസിഷൻ വെക്ടർ?
ആരുടെ പൊസിഷൻ വെക്ടർ? സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ വെക്ടർ. അത് R ആയിക്കോട്ടെ. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും കുട്ടികളെ? ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടുവേഴ്സ് ദ എർത്ത് ആയിരിക്കുമോ? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടുവേഴ്സ് ദ എർത്ത് ആണ്, ഇല്ലേ? ഫോഴ്സ് റേഡിയലി ഇൻ ആണ്. ഫോഴ്സ് റേഡിയലി ഇൻ. അപ്പോൾ ആക്സിലറേഷനും റേഡിയലി ഇൻ ആയിരിക്കും. ആക്സിലറേഷൻ ഇത് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ആണ്, ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആണ്. മാസ് ഒരു സ്കെലാറാണ്. ഇപ്പോൾ ഒരു വെക്ടറിനെ ഒരു പോസിറ്റീവ് സ്കെലാർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷൻ ആയിരിക്കും ആക്സിലറേഷൻ. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? വെലോസിറ്റി ആലോചിച്ച് നോക്കി. വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും, അല്ലേ? വെലോസിറ്റി ഈസ് ലൈക്ക് ദിസ്. ഇനി ആംഗുലാർ മൊമെൻറ്റം എങ്ങോട്ടാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ടോർക്ക് ആലോചിച്ച് നോക്കിയേ. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? R ക്രോസ് എഫ് ആണ്. R ക്രോസ് എഫ് ആണ്, അല്ലേ? R ക്രോസ് എഫ് അതെത്രയാണ്? 0 ആണ്. എന്തുകൊണ്ടാ? ആറും എഫ് ആൻറ്റി പാരല. R F സൈൻ 180 എന്ന് വരും. R ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എത്രയാ? 180. R റേഡിയലി ഔട്ടും ഫോഴ്സ് റേഡിയലി ഇന്നുമാണ്. അതുകൊണ്ട് ടോർക്ക് 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് കൺസേർവ്ഡ് ഓർ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് എന്നാണെന്നാണ് ഇവർ പറയുന്നത്. എന്താ? വേരിയബിൾ ആണെന്നാണ് ഇവർ പറഞ്ഞത്. അത് തെറ്റാണ്. നമുക്ക് ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്യാം. ഇനി ലീനിയർ മൊമെൻറ്റം, ഇതിൻ്റെ ടോട്ടൽ എനർജി ഉണ്ടല്ലോ കുട്ടികളെ, കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാ? ഓൺലി ദ നോ വൺ ഈസ് ഡൂയിങ് വർക്ക് ഹിയർ, അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ ഓൺലി ബൈ ഗ്രാവിറ്റി ഹിയർ. ഗ്രാവിറ്റി പെർഫെക്റ്റ് സർക്കുലാർ ഓർബിറ്റ് ആണെങ്കിൽ ഗ്രാവിറ്റി പോലും വർക്ക് ചെയ്യുന്നുണ്ടാവുമായിരുന്നില്ല, പെർഫെക്റ്റ് സർക്കുലാർ ഓർബിറ്റ് ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇവിടെ ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റി ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് പീരിയോഡിക്കലി വേരി ചെയ്യുമൊന്നുമില്ല. അത് ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ എനർജി നെഗറ്റീവ് ആയിരിക്കുന്നുള്ളൂ. GMM ബൈ പ്ലസ് ഹാഫ് mv². ഓക്കെ, ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് ദിസ്. ആംഗുലാർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ. എന്തുകൊണ്ടാണ്? ടോർക്ക് 0 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഐഡിയ വെച്ചിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. Acceleration of AC is always directed towards the center of earth. Of course, force is directed towards the center of earth. Therefore, acceleration also is directed towards the center of the earth. ഇനി നോക്കിയേ, angular moment of S about the center of the earth changes in direction. No, it is a constant vector. ഇല്ലേ? അത് കറങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എപ്പോഴും അതൊരു കോൺസ്റ്റന്റ് വെക്ടർ ആയിരിക്കും. അത് തെറ്റാണ്. Total mechanical energy varies periodically. Total mechanical energy is not varying because gravitational force only does work. It's a conservative force. Therefore, mechanical energy is conserved. Linear momentum of S is constant. No. എന്തുകൊണ്ടാ? ലീനിയർ മൊമെൻറ്റം ഓഫ് എസ് ഈസ് എ കോൺസ്റ്റന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് അല്ല. സർക്കുലർ ഓർബിറ്റ് ആയിരുന്നെങ്കിൽ കോൺസ്റ്റന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആയേനെ, അല്ലേ? ഇവിടെ പലയിടത്തും പല സ്പീഡാണ്. ഇവിടെ കണ്ടോ, ഏറ്റവും അടുത്ത് വരുമ്പം അതിന് ഏറ്റവും കൂടുതൽ ലീനിയർ മൊമെൻറ്റം ഉണ്ടാവും. ഏറ്റവും അകലെ ആയിരിക്കുമ്പം ഏറ്റവും കുറവ് ലീനിയർ മൊമെൻറ്റം ആവും. സർക്കുലാർ ഓർബിറ്റ് ആയിരുന്നെങ്കിൽ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയനെ, പക്ഷേ ഡയറക്ഷൻ വേരി ചെയ്തേനെ. ഇവിടെ പറയുന്നത് എന്താ? ലീനിയർ മൊമെൻറ്റം എസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ്. നോ, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ എ മാത്രമേ ഉള്ളൂ. ഒള്ളി എ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ കുട്ടികളെ? കോൺസെപ്റ്റ് മനസ്സിലായോ? യെസ്. ഇനി അടുത്തതിലേക്ക് പോവാം. നോക്കൂ, 11th question. A satellite is moving with constant speed v. സാറ്റലൈറ്റ് ഇത് ഇങ്ങനെ കറങ്ങിയ കോൺസ്റ്റന്റ് സ്പീഡ് v in orbital radius about the earth. അപ്പോൾ ഇത് ഓർബിറ്റൽ സ്പീഡാണ്. അപ്പോൾ ഈ v യും r തമ്മിൽ എന്താ ബന്ധവും നമുക്ക് അറിയാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. v യും r തമ്മിലുള്ള ബന്ധം എന്ത്? ഓർബിറ്റൽ സ്പീഡ് ഈസ് ഈക്വൽ ടു √gm, നമ്മൾ പഠിച്ചിട്ടുള്ള √gm/r. എനിക്ക് r വേണമെങ്കിൽ if I want r, what will I get? gm/v². ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ v. v is orbital speed. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. എന്താ? ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് സ്മോൾ ലെറ്റർ m, കണ്ടോ, സ്മോൾ ലെറ്റർ m ഈസ് ഇജക്റ്റഡ് ഫ്രം സാറ്റലൈറ്റ് സച്ച് ദാറ്റ്
it just escapes from the gravitational pull of Earth. It just escapes from the gravitational pull of Earth. Just escape. എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ടോട്ടൽ എനർജി 0 ആണെന്ന്. കൈനറ്റിക്കും പൊട്ടൻഷ്യലുള്ള കൂട്ടിയാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. Gravitational pull of. At the time of its ejection, kinetic energy of the object എത്രയാണെന്ന് കണ്ടുപിടിക്കണം. Since it escaped, its total energy must be 0. That means K plus U must be 0. K ആണ് എനിക്ക് വേണ്ടത്. ഹാഫ് mv² ഞാൻ എഴുതുന്നില്ല, കാരണം K എനിക്ക് വേണം. K. U എത്രയാണ് കുട്ടികളെ? U is equal to minus G mass of Earth, capital letter M, mass of the body ejected divided by distance from the center of the Earth R. Okay, that is 0. അപ്പോൾ K എത്രയാ? K is equal to, okay, ഞാൻ ഇവനെ എടുത്ത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം, ഇവിടെ വെക്കാം ഞാൻ. ഓക്കെ, എന്നിട്ട് എനിക്ക് സ്പേസ് കിട്ടണം. അതിന് ഞാൻ ജസ്റ്റ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, K ഈസ് ഈക്വൽ ടു, നോക്കൂ, GM ബൈ R എന്നുള്ളത് ഞാനിവിടെ ഓൾറെഡി R കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. GM ബൈ V². GM ബൈ V² എന്നുള്ളത് ഇത് ഇങ്ങോട്ട് എഴുതി. അപ്പോൾ എത്രയാ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mv². ദാറ്റ്സ് എ കൈനറ്റിക് എനർജി, mv². സിമ്പിളാണ്, ഒന്നുമില്ല. ടോട്ടൽ എനർജി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആ R നിങ്ങൾക്ക് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ നിന്ന് R കണ്ടുപിടിക്കുക. ഓർബിറ്റൽ വെലോസിറ്റി GM/R, റൂട്ട് GM/R ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് R കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. This we already did. Okay. അടുത്ത ക്വസ്റ്റ്യൻ. നോക്കൂ, 12th ക്വസ്റ്റ്യൻ. Magnitude of gravitational field at a distance R1, R2, gravitational field ആണ്, from the center of uniform sphere of radius R and mass M and F1, F2 are respective. F1 ഉം F2 ഫീൽഡ് ആണെന്നാണ് പറഞ്ഞത്, ഫോഴ്സ് അല്ല കേട്ടോ. ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് ഗിവൺ ആസ് F1, F2. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇക്വേഷനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷനും ഒന്ന് തന്നെയാണ്. ആലോചിച്ച് നോക്കി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഉള്ളിലൊരു ഇക്വേഷൻ, പുറത്ത് വേറൊരു ഇക്വേഷനാണ്. അപ്പോൾ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ് കുട്ടികളെ? ഗ്രാവിറ്റേഷൻ ഫീൽഡ് F ഈസ് ഈക്വൽ ടു, ക്യാൻ യു സേ, ഇറ്റ്സ് എ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ, ഡോണ്ട് യു നോ? ഓക്കെ, F ഈസ് ഈക്വൽ ടു, ഉള്ളിൽ എന്തായിരിക്കും? GM/R³ ഇൻറ്റു R. ഇതെവിടെയാണ് വാലിഡ്? R ലെസ് ദാൻ ഓർ ഈക്വൽ ടു R. അവിടെ ഇത് വാലിഡാണ്. ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ ആ സ്പിയറിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഇത് ഉള്ളിലാണെങ്കിലത്തെ കാര്യമാണ് നമ്മൾ എഴുതിയത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഉള്ളിലാണെങ്കിൽ R. ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിലോ, റേഡിയസിനെ കഴിഞ്ഞും കൂടുതൽ ദൂരത്തിലേക്ക് പോവുകയാണല്ലോ, യുനോ, GM/R², സ്മോൾ ലെറ്റർ R². വേർ ഇസ് ഇറ്റ് വാലിഡ്? ഇറ്റ് ഈസ് വാലിഡ് അറ്റ് R ഗ്രേറ്റർ ദാൻ R ഓർ ഈക്വൽ ടു ആറിലും അത് വാലിഡ് ചെയ്യും. ഈ രണ്ട് ഇക്വേഷനും വാലിഡാണ്. എവിടെ? ബൗണ്ടറിയിൽ വാലിഡാണ്. അപ്പോൾ നോക്കി, F1/F2 എന്ന് എഴുതണമെങ്കിൽ, R1/R2 എന്ന് എഴുതണമെങ്കിൽ എവിടെയാ? R ലെസ് ദാൻ R ആണെങ്കിൽ, സി ഇഫ് നോക്കൂ, R1 ലെസ് ദാൻ R ആൻഡ് R2 ഓൾസോ ലെസ് ദാൻ R, രണ്ടും ലെസ് ദാൻ R ആണെങ്കിൽ നിങ്ങൾ ഉള്ളിലാണ്. അപ്പം F1/F2 എങ്ങനെ എഴുതാം? R1/R2 എന്ന് എഴുതാം. R1/R2 ഉള്ളിലാണെങ്കിൽ 2 പോയിന്റ് എടുക്കുക, 2 ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് F1/F2, ബിക്കോസ് F ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു R ഇൻസൈഡ് ഓൺലി. ഇനി നോക്കിയേ, if R1 greater than R and R2 also greater than R, then F1/F2 എങ്ങനെ എഴുതണം? ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ R2 ഡിവൈഡ് ബൈ R1 ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ശരിയല്ലേ? 2 പോയിന്റും ഔട്ട്സൈഡിലാണെങ്കിൽ. അപ്പം ഏതാണെന്ന് നോക്കിയേ നിങ്ങൾ, ഏതാണ് വരിക?
രണ്ടും ലെസ് ദാൻ ആർ. ദിസ് ഈസ് കറക്റ്റ് അല്ലേ? എ ഈസ് കറക്റ്റ്. എ ഈസ് കറക്റ്റ്. F1 by F2 is R1 by R2 if you are inside. If you are inside the sphere. That means R1 less than R and R2 less than R. Then first equation will be valid. This will be valid. F1 by F2 is equal to R1 by R2. Next ഇത് സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. ഇക്വേഷൻ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ സിമ്പിൾ. ഈ താല്പര്യം ഇല്ലാത്തവർ ദയവായിട്ട് ഇട്ടിട്ട് പോകൂ. വെറുതെ അൺനെസറി കാര്യങ്ങൾ ചാറ്റ് ചെയ്ത് എല്ലാവരുടെയും സമയം കളയരുത്. ദയവായി മറ്റുള്ള കുട്ടികൾ അൺനെസറി ആയിട്ട് ചാറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് മറുപടി കൊടുക്കരുത്. ഡോണ്ട് എൻകറേജ് ദം. നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ യു ഹാവ് ടു ക്വിറ്റ്. ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. ആവശ്യമില്ലാതെ എൻ്റെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്ലാസ് അവസാനിപ്പിച്ചിട്ട് പോകും. അത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം തുടരുക. ഓക്കെ. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ പല ചാറ്റും ചെയ്യും. അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. ഇതും കറക്റ്റാണ് കേട്ടോ. ബിയും കറക്റ്റാണ്. നോക്കിയേ, F1 by F2 is equal to R2 square by R1 square if both are greater than R. എയും ബിയും കറക്റ്റാണ്. എന്തുകൊണ്ടാണ് എയും ബിയും കറക്റ്റായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് അഡ്വാൻസിൽ ചോദിക്കാറുണ്ട്. സി നോക്കൂ, ഈ കണ്ടീഷൻ പാലിച്ചിട്ടുണ്ട്. എ ആൻഡ് ബി ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഇത് ഫ്ലൂയിഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കൂ. വാട്ടർ ഫ്രം ദ ടാപ്പ് എമർജസ് വെർട്ടിക്കലി ഡൗൺവേർഡ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് 1 meter per second. ഇതൊരു ടാപ്പാണ്. ടാപ്പിൽ നിന്ന് വാട്ടർ ഈ വെലോസിറ്റി തന്നിട്ടുണ്ട്. V1 തന്നു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നു. A1 തന്നു. കണ്ടോ, V1 A1 തന്നിട്ടുണ്ട്. അസ്യൂം ദാറ്റ് ദ പ്രഷർ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ സ്ട്രീം. പ്രഷർ വേരിയേഷൻ ഇല്ലാന്ന്. P1 P2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ P1 ഇവിടുത്തെ പ്രഷർ P2 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. പ്രഷർ ഈസ് നോട്ട് വേരിയിങ്. അങ്ങനെ അസ്യൂം ചെയ്യാൻ പറയുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അസ്യൂം ദാറ്റ് ദ പ്രഷർ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ സ്ട്രീം ഓഫ് വാട്ടർ ആൻഡ് ദാറ്റ് ഓഫ് ദ ഫ്ലോ ഈസ് സ്റ്റഡി. സ്റ്റഡി ഫ്ലോ ആണ്. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഓഫ് കോഴ്സ് വാട്ട് വി ക്യാൻ അപ്ലൈ ഈസ് ബെർണേലിയസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സ്ട്രീം 0.15 meter ബിലോ ഈസ്. നിങ്ങൾ ഇത്രയും ബിലോയിലേക്ക് പോവുക. എത്രയാ? 0.15 ബിലോയിലേക്ക് പോവുക. അവിടുത്തെ ക്രോസ് സെക്ഷൻ എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? A2 നിങ്ങളോട് ചോദിച്ചു. A2 നോക്കൂ, A2 ചോദിച്ചു. അതിന് V2 നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്താൽ മതി. യു നോ ദിസ് വൺ ഫോർ എ സ്റ്റഡി ഫ്ലോ. ദിസ് യു നോ A1 V1 ഈക്വൽ ടു A2 V2. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമുക്കിവിടെ A2 ആണ് വേണ്ടത്. A2 ഈസ് ഈക്വൽ ടു A1 V1 ഡിവൈഡഡ് ബൈ A2. A1 V1 ഡിവൈഡ് ബൈ V2. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നുമല്ല. A2 കണ്ടുപിടിക്കണം, V2 അറിയില്ല. നമുക്ക് എന്ത് വേണം? A1 V1 ഉണ്ട്. A1 V1 ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് രണ്ട് ക്വസ്റ്റ്യനിലുണ്ട്. ഇത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ബെർണേലിയസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കറിയാം, ഒരു സ്ട്രീം ലൈനിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ സം ഓഫ് 3 things വിൽ ബി കോൺസ്റ്റന്റ്. ഏതായി സം ഓഫ് 3 things? ഒന്ന് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഹാഫ് റോ വി സ്ക്വയർ. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. അതെന്താണ്? റോ ജി എച്ച്. ഈ മൂന്നെണ്ണത്തിൻ്റെ സമ്മ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഇറ്റ് അറ്റ് ദ പോയിന്റ് 1 ആൻഡ് യു ക്യാൻ അപ്ലൈ ഇറ്റ് അറ്റ് ദ പോയിന്റ് 2. നിങ്ങൾ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിക്ക് എനി പോയിന്റ് യു ടേക്ക് എന്താ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് എന്ന് പറയല്ലേ? അല്ലേ? പോയിന്റ് 1ലും പോയിന്റ് 2ലും എനി പോയിന്റ് യു ടേക്ക് അല്ലേ? എന്ന് പറഞ്ഞാൽ K1 പ്ലസ് U1 ഈക്വൽ ടു K2 പ്ലസ് U2 എന്ന് പറയുന്ന പോലെ. ഓക്കെ, നമ്മൾ ഫ്ലൂയിഡിന് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. ദിസ് ഈസ് ദ ഇക്വേഷൻ യു ഹാവ് ടു അപ്ലൈ. ഇവിടെ രണ്ടെണ്ണമല്ല ആഡ് ചെയ്യേണ്ടേ, ഒരു എക്സ്ട്രാ ടൈം ഉണ്ട്, പ്രഷർ. ഇത് ആക്ച്വലി കൈനറ്റിക് എനർജിയാണ് പെർ യൂണിറ്റ് വോളിയം. ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ് പെർ യൂണിറ്റ് വോളിയം. ഇത് K പ്ലസ് UI ആക്ച്വലി പെർ യൂണിറ്റ് വോളിയം. പക്ഷേ വൺ മോർ തിങ് ഈസ് ദർ ഹിയർ. വാട്ട് ഈസ് ദാറ്റ്? പ്രഷർ. ദാറ്റ് ഷുഡ് ഓൾസോ ബി കൺസിഡേർഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം?
you can write it this one, P1 plus half rho V1 square plus rho G H1. H1 is the height of the first point, is equal to P2 plus half rho V2 square plus H2 അല്ലെങ്കിൽ rho G H2, H rho G അല്ലെങ്കിൽ rho G H2. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. ഈ പോയിന്റിൽ 2 പോയിന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രഷർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് P1 ഉം P2 ഉം വെട്ടിക്കളയുക. P1 ഉം P2 അങ്ങ് വെട്ടിക്കളയുക. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഞാൻ ഇവിടെ പെയിന്റ് ചെയ്തിരിക്കുന്ന നോക്കൂ. Assume that the pressure is constant throughout the stream. Pressure is constant. That means P1 and P2 are same. P1 and P2 are same. ആയതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞു. അങ്ങനെയെങ്കിൽ റോയും വെട്ടിക്കളയാം. കാരണം റോ എല്ലാ ടൈമിലും ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് വെട്ടിക്കളയാം? റോ വെട്ടിക്കളയാം. റോ എല്ലാ ടൈമിലും ഇല്ലേ? വളരെ സിമ്പിളായി. ഇപ്പം റോ നമുക്ക് V2 ആണേ വേണ്ടത്. V2 ആണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2 മൾട്ടിപ്ലൈ വിത്ത് 2. അപ്പോൾ V1 സ്ക്വയർ പ്ലസ് 2GH1 ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ പ്ലസ് 2GH2. V2 ഒരു സ്ഥലത്ത് വെക്ക് കുട്ടികളെ. V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ പ്ലസ് 2GH1 മൈനസ് H2. എന്താണ് ഈ H1 മൈനസ് H2? H1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് പോയിന്റിലേക്കുള്ള ഹൈറ്റ്, അതാണ് H1. H2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് പോയിന്റിലേക്കുള്ള ഹൈറ്റ്, H2. H1 മൈനസ് H2 എന്ന് പറഞ്ഞാൽ എന്താ? H ആണ്. അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു വാട്ട്? V1 സ്ക്വയർ പ്ലസ് 2GHന്റെ സ്ക്വയർ റൂട്ട്. ഈ V2 നമുക്ക് കിട്ടിയില്ലേ? ഈക്വേഷൻ V2 ഇല്ലാത്തത് കൊണ്ടല്ലായിരുന്നു നമ്മൾ ഒഴിവാക്കിയിട്ട് പോയത്. A1 ആണ് നമുക്ക് വേണ്ടത്. V2 ആയിരുന്നു പ്രശ്നം. ഇപ്പോൾ V2 നമ്മൾ കണ്ടുപിടിച്ച് അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, therefore let us do V2 is equal to, what is V2? A1 V1 divided by A2 അല്ലേ നമുക്ക് വേണ്ടത്. A2 is equal to, that is V2. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. let us substitute. A1 ഉം V1 ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A1 എത്രയാണ് കുട്ടികളെ? 10 to the power minus 4. V1 എത്രയാ? 1. അപ്പോൾ 10 to the power minus 4 into 1 divided by V1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 സ്ക്വയർ, 1 ആണ് V1 പ്ലസ് 2G എത്രയാ? 10. അതുപോലെ H എത്രയാ? H ഇവിടെ പറയുന്നുണ്ട്. എത്രയാ? 0.15 മീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 0.15. ഇത് എത്ര കിട്ടുമെന്ന് നോക്കിയേ. ദിസ് ഈസ് 10 to the power minus 4. ഇത് 1, ഇത് 1, ഇത് 3. ഇത് മൊത്തം മൾട്ടിപ്ലൈ ആണ് 3. 1 plus 3 4. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ എത്ര കിട്ടി? 0.5 ഇൻറ്റു 10 to the power minus 5 എന്ന് എഴുതാം. 5 into 10 to the power minus 5. That is what? The area of cross section of A2. Area of cross section. നമ്മൾ എന്താ കണ്ടുപിടിച്ചത് മനസ്സിലായോ? ഈ ഏരിയ ഇവിടെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇപ്പം ഈ ഏരിയ തന്നായിരുന്നു. A1 തന്നു, V1 തന്നു, A2 V2 നമുക്കറിയില്ലായിരുന്നു. A2 നമ്മൾ കണ്ടുപിടിച്ചു, V2 നമ്മൾ ആദ്യമേ V2 കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് A2 കണ്ടുപിടിച്ചു. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വെട്ടിക്കളഞ്ഞത്. P1 ആൻഡ് P2 ആർ സെയിം. പ്രഷർ ഈസ് സെയിം, കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ വെട്ടിക്കളഞ്ഞുകൊണ്ട് നമുക്ക് റോയും വെട്ടിക്കളയാൻ പറ്റി. റോ എല്ലാ ടൈമിലും ഉണ്ട്, അത് വെട്ടിക്കളഞ്ഞു. പിന്നെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് V2 കണ്ടുപിടിച്ചു. എന്നിട്ട് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ നമുക്ക് ഒഴിവാക്കാൻ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ആരും ഇട്ടിട്ട് പോകരുത്. B till the end. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൻ്റെ ആൻസർ എത്രയായിരുന്നു ഞാൻ പറഞ്ഞേ? 5 into 10 to the power minus 5. ഹിയർ ഇറ്റ് ഈസ് 5 into 10 to the power minus 5. ഫിഗർ ക്വസ്റ്റ്യൻ്റെ കൂടെ ഇല്ല, ഞാൻ വരച്ചതാ കേട്ടോ. ഫിഗറേ ക്വസ്റ്റ്യൻ്റെ കൂടെ ഇല്ല. ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക, ഫിഗർ നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇനി 14th ക്വസ്റ്റ്യൻ നോക്കിയേ. 14. A homogeneous solid cylinder of length L
ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ A/5 അല്ല കേട്ടോ, എ ആണ്, ഇവിടെ എഴുതിയത് തെറ്റാണ്, A/5 അല്ല, ജസ്റ്റ് A. Is immersed such that it floats with its axis vertical at the liquid interface with L/4 in the denser liquid as shown in the figure. നോക്കൂ, L/4 in the denser liquid എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഡെൻസർ ലിക്വിഡിലും ബാക്കിയുള്ള ലെങ്ത് ഉണ്ടല്ലോ L/4 പോയാൽ ബാക്കിയുള്ളത് 3L/4, അതെവിടെയാണ്? റെയറർ ലിക്വിഡ്, ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡിലും, റെയറർ അല്ല കേട്ടോ, denser liquid in the okay. The lower density liquid opens to the atmosphere. It is open to the atmosphere having pressure P0. എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ P0 ആണെന്ന് പറയുന്നുണ്ട്, P0. Then density D of the solid is. ഈ സോളിഡിന്റെ ഡെൻസിറ്റി D, 3 ഡെൻസിറ്റി ഉള്ളത്. ഇത് കണ്ടോ, അപ്പർ ലിക്വിഡിന്റെ ഡെൻസിറ്റി സ്മോൾ ലെറ്റർ D, ലോവർ ലിക്വിഡിന്റെ ഡെൻസിറ്റി 2D. ഈ സാധനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ഡെൻസിറ്റി ക്യാപിറ്റൽ ലെറ്റർ D. ഇറ്റ്സ് എ ഫ്ലോട്ടിംഗ് ബോഡി, ഇസ്ന്റ് ഇറ്റ്? ഇറ്റ്സ് എ ഫ്ലോട്ടിംഗ് ബോഡി. നെറ്റ് ഫോഴ്സ് ഇതിൽ എത്രയാണ്? 0 ആണ്. ഇറ്റ്സ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ വെയിറ്റും ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡും ഈക്വൽ ആയിരിക്കണം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഫോർ എ ബോഡി ഫ്ലോട്ടിംഗ് പാർഷ്യലി ഓർ ഫുള്ളി ഇൻ എ ലിക്വിഡ് ഡിസ്പ്ലേസസ് ഈക്വൽ വെയിറ്റ്, ഡിസ്പ്ലേസസ് ലിക്വിഡ് ഓഫ് ഇറ്റ്സ് ഈക്വൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയിറ്റും അതിൻ്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതി കുട്ടികളെ. വോളിയം, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആയിക്കോട്ടെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, ലെങ്ത് L ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ വോളിയം എന്താ? വോളിയം A ഇൻറ്റു L, വോളിയം A ഇൻറ്റു L. ഡെൻസിറ്റി അതിൻ്റെ D ഇൻറ്റു G. ഇപ്പം അതിൻ്റെ വെയിറ്റ് ആയി mg. M എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വോളിയം, ഡെൻസിറ്റി, ഇത് അപ്പം മാസ്സായി mg, അതിൻ്റെ വെയിറ്റ് ആയി. ഈസ് ഈക്വൽ ടു, അത് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയിറ്റ് എഴുതൂ. ഇത് എത്രയാ? L/4 ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ? ഇത് കണ്ടോ, ഈ ഭാഗം, ഇത് L/4 ഇൻറ്റു A, ലെങ്ത് ഇൻറ്റു ഏരിയ, L/4 ഇൻറ്റു A. അപ്പോൾ എന്തായി? വോളിയമായി. ഡെൻസിറ്റി എത്രയാ? 2D ഇൻറ്റു G. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡായി. ഇനിയും ഈ ലോവർ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ഇല്ലേ, അതിൻ്റെ വെയിറ്റ് കൂടെ എഴുതണം. ഇത് 2 ലിക്വിഡിനെയാണ് ഡിസ്പ്ലേസ് ചെയ്ത്, ഇതിൻ്റെ വെയിറ്റ് മാത്രമേ ഞാൻ ഇപ്പോൾ എഴുതിയുള്ളൂ. ഇപ്പം ഞാൻ എഴുതാൻ പോകുന്നത് ഈ ഭാഗത്തിൻ്റെ വെയിറ്റ്, അപ്പർ ലിക്വിഡിൻ്റെ വെയിറ്റ്. അപ്പർ ലിക്വിഡ് എത്രയാണ്? ലെങ്ത് 3L/4 ലെങ്ത് അല്ലേ? ഏരിയ A. അപ്പോൾ വോളിയമായി. ഇനി ഡെൻസിറ്റി D, ഇനി G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെയിറ്റ് ആയി. എന്ത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമെന്ന് നോക്കി. വാട്ട് ബി ALG. ALG എല്ലായിടത്തും ഇല്ലേ? ALG കണ്ടോ, ALG വെട്ടിക്കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? D ഈസ് ഈക്വൽ ടു, ഇവിടെ D/2 കിട്ടി, D/2. അവിടെ എത്രയാ? 3/4 D. മുക്കാലും അരയും 1/2, മുക്കാലും അരയും 1/4. 1/4 എന്ന് പറഞ്ഞാൽ 5/4D എന്ന് കിട്ടി. 5/4D, ദാറ്റ്സ് ആൻസർ. ഇവിടെ എന്താ ഞാൻ അപ്ലൈ ചെയ്തത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? ഒരു ബോഡി ഫുള്ളി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ചെയ്താൽ, ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്താൽ അതിൻ്റെ വെയിറ്റും അത് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. അതിൻ്റെ വെയിറ്റും അത് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. ആ കോൺസെപ്റ്റാണ് അപ്ലൈ ചെയ്തത്. ഇനി അടുത്തതിലേക്ക് പോട്ടെ. ഷാൽ ഐ ഗോ ടു നെക്സ്റ്റ് വൺ? ഓക്കെ, 2 ക്വസ്റ്റ്യനോടെ കഴിഞ്ഞാൽ വി ക്യാൻ വൈൻഡ് അപ്പ്. ബി ദെയർ. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. എ യൂട്യൂബ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഈസ് പാർഷ്യലി ഫിൽഡ് വിത്ത് ലിക്വിഡ്. ഇവിടെ ഒരു യൂട്യൂബ് ഉണ്ട്, നോക്കൂ. അത് പാർഷ്യലി ഫിൽഡ് വിത്ത് ലിക്വിഡ്, സിംഗിൾ ലിക്വിഡ് ആണേ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ വരയ്ക്കാം. അതിൽ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തു ലൈക്ക് ദിസ്. അത് ഇനീഷ്യലി എങ്ങനെയായിരിക്കും? ഒരേ ലെവലിലായിരിക്കും, ഒറ്റ ലിക്വിഡേ ഉള്ളൂ. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അനദർ ലിക്വിഡ് 2 വിച്ച് ഡസ് നോട്ട് മിക്സ് വിത്ത് 1 ഈസ് പോർഡ് ഇൻ ടു 1 സൈഡ്. വേറൊരു ലിക്വിഡ് കൂടി ഇങ്ങോട്ട് ഒഴിച്ചു, വേറൊരു ലിക്വിഡ് ഒഴിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ലിംബ് താഴേക്ക് പോവും, ഈ ലിംബ് മുകളിലോട്ട് പോവും. ഇത് 2 സെൻറ്റിമീറ്റർ താഴേക്ക് പോയാൽ
ഒരു ലിംബ് 2 സെൻറ്റിമീറ്റർ ഇതായിരുന്നു ഇനീഷ്യൽ ലെവൽ എന്ന് വിചാരിക്കുക. നോക്കൂ, ഒറ്റ ലിക്വിഡ് ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു വിചാരിക്കുക. ഇത് 2 സെൻറ്റിമീറ്റർ താഴോട്ട് പോയെന്നാണ് പറഞ്ഞത്. 2 സെൻറ്റിമീറ്റർ താഴേക്ക് പോയാൽ ഇവിടെ എന്താണ് 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട് പോകും. കാരണം ഇത് യൂണിഫോം ഏരിയ ക്രോസ് സെക്ഷനുള്ള യൂട്യൂബാണ്. വോളിയം ഓഫ് ദ ലിക്വിഡ് സെയിം ആയിരിക്കണം. ഇവിടെ നഷ്ടപ്പെട്ട ലിക്വിഡ് അവിടെ കയറിയിട്ടുണ്ടാവും ഇല്ലേ? നോക്കൂ, ഇനി വായിക്കാൻ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ലിക്വിഡ് ലെവൽ ഓഫ് 2 സൈഡ്സ് ഓഫ് ദ ലിക്വിഡ് ആർ സെയിം. കണ്ടോ, ഈ രണ്ടാമത്തെ ലിക്വിഡ് ഒഴിച്ചപ്പോഴും ലെവൽ സെയിം ആണെന്നാണ് പറഞ്ഞത്. ആദ്യമേ ഒറ്റ ലിക്വിഡ് ഉള്ളപ്പോൾ ഇങ്ങനെയായിരുന്നു, ഈ ലെവലിലായിരുന്നു. രണ്ടാമത്തെ ഒഴിച്ചപ്പോഴും വീണ്ടും ലെവലിലായി എന്നാണ് പറഞ്ഞത്. വൈൽ ദ ലെവൽ ഓഫ് ഫസ്റ്റ് ലിക്വിഡ് ഹാസ് റൈസൺ ബൈ 2 സെൻറ്റിമീറ്റർ. കണ്ടോ, ആദ്യമേ ലിക്വിഡ് ഇത് എങ്ങനെയായിരുന്നു, ഇത് 2 സെൻറ്റിമീറ്റർ റൈസ് ചെയ്തു. അപ്പം നിങ്ങൾ മനസ്സിലായിക്കോണം ഈ ലിംബിൽ അത് 2 സെൻറ്റിമീറ്റർ താഴേക്ക് പോയെന്ന്. ഇഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് 1 ഈസ് 1.1, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1.1 ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് 2 എത്ര? ഒരെണ്ണത്തിൻ്റെത് തന്നു, 1ൻ്റെ തന്നു, 2ൻ്റെ ചോദിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് കാണിക്കാം. നോക്കൂ, ഒറ്റ ലിക്വിഡ് ഉണ്ടായിരുന്നപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു. സി, രണ്ടാമത്തെ ലിക്വിഡ് ഒഴിച്ചപ്പം ഇത് എച്ച് താഴേക്ക് പോയി. എച്ച് എന്ന് പറഞ്ഞാൽ 2 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എച്ച് താഴേക്ക് പോയാൽ ഇവിടെ എച്ച് മുകളിലോട്ട് കയറും അല്ലേ? അപ്പം ഒഴിച്ച് കഴിഞ്ഞും വീണ്ടും ലെവലിൽ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. കണ്ടോ, ഒഴിക്കുന്നതിന് മുമ്പ് ഈ ലെവലിലായിരുന്നു, ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലെവലിലായിരുന്നേ ഉള്ളൂ. എങ്കിൽ ഡെൻസിറ്റി എത്ര എന്നാണ് ചോദ്യം. ഒരു കാര്യം ചെയ്യുക, എന്താണ്, ഒരു ലിക്വിഡിൽ 2 പോയിന്റ് ഒരേ ലെവലിൽ എടുക്കുക. സി, ലെറ്റ് മീ ടേക്ക് 2 പോയിന്റ്. ഒരേ ലിക്വിഡിൽ എടുക്കണം കേട്ടോ. ഈ 2 പോയിന്റ് ഒരേ ലിക്വിഡിൽ, കണ്ടിന്യൂസ് ലിക്വിഡും ആയിരിക്കണം കേട്ടോ. കണ്ടിന്യൂസ് ലിക്വിഡ് ഒരേ ലെവലിലുള്ള, ഹൊറിസോണ്ടൽ ലെവലിലുള്ള 2 പോയിന്റാണ് ആണെങ്കിൽ ആ 2 പോയിന്റുകളിലെ പ്രഷർ സെയിം ആയിരിക്കണം. പ്രഷർ അറ്റ് എ മസ്റ്റ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. ദാറ്റ്സ് എ കോൺസെപ്റ്റ്. പ്രഷർ അറ്റ് എ ആൻഡ് pressure at B are equal. Why? Because those 2 points are in the same liquid and at same horizontal level and the liquid is continuous. From A to B, liquid is continuous. A to B, liquid is continuous. 3 condition. Continuous liquid ആയിരിക്കണം, ഒരേ ലെവലിലായിരിക്കണം, ഒരേ ലിക്വിഡിലായിരിക്കണം പോയിന്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് എ? പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഈസ് P0 പ്ലസ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ്. എച്ച് റോ ജി. എച്ച് എന്നുള്ളത് 2H. റോ എന്നുള്ളത് സെക്കൻഡ് ലിക്വിഡ് അത്, അപ്പോൾ റോ 2G. എച്ച് റോ ജി ഈക്വൽ ടു വാട്ട് ഈസ് പ്രഷർ അറ്റ് ബി? വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അബൌട്ട് P0 പ്ലസ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഹൈറ്റ് കണ്ടോ, ഇത് എത്രയാണ്? അതും 2H ആണ്. 2H തന്നെയാണ്. 2H. എച്ച് എന്നുള്ളത് 2H. റോ എന്നുള്ളത് റോ 2. ഇവിടെ എന്താ ഡെൻസിറ്റി തന്നേ? ഡെൻസിറ്റി ഇവിടെ ഓക്കെ, ലെറ്റ് us substitute റോ 2 ഇൻറ്റു ജി. ഇവിടെ നിങ്ങൾ നോക്കൂ, നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? P0 രണ്ടിടത്തുനിന്നും ക്യാൻസൽ ചെയ്യാം. 2HG ക്യാൻസൽ ചെയ്യാം. ഇതിൻ്റെ അർത്ഥം എന്താ? റോ 2 അല്ല കേട്ടോ, ഇത് റോ 1 ആണ്. ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. ഇത് ഫസ്റ്റ് ലിക്വിഡ് അല്ലേ, അപ്പോൾ ഇത് റോ 1. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, റോ 2 ആൻഡ് റോ 1 ആർ സെയിം. റോ 2ഉം റോ 1ഉം സെയിം ആണ്. രണ്ടിനും ഒരേ ഡെൻസിറ്റിയാണ്. 2 ലിക്വിഡിനും ഒരേ ഡെൻസിറ്റി ആണെങ്കിൽ രണ്ടിനും ഒരേ റിലേറ്റീവ് ഡെൻസിറ്റി ആയിരിക്കും. കാരണം ഇതിനെ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇതിനെ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ദെയർഫോർ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 2 ഏതാ വേണ്ടത് നമുക്ക്? ലിക്വിഡ് 2 റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി, റിലേറ്റീവ് RD, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 2 ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ലിക്വിഡ് 1 വിച്ച് ഈസ് 1.1. ലിക്വിഡ് 1ൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1.1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി അത് തന്നെയായിരിക്കും. കാരണം ലിക്വിഡ് 1നും ലിക്വിഡ് 2നും ഒരേ ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് ഒരേ റിലേറ്റീവ് ഡെൻസിറ്റി ആയിരിക്കും. ഈ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് പറയുന്ന വേറൊരു പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്, ബട്ട് യു ഡോണ്ട് ഹാവ് ടു മൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ 1.1. ഇനിയും അടുത്ത ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
അത് യൂട്യൂബിൻ്റെ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് ക്രിറ്റിക്കലായിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് യൂട്യൂബ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ചെയ്തില്ലേ, ഏകദേശം അതേപോലെ തന്നെയാണ്, കോൺസെപ്റ്റ് അത് തന്നെയാണ്. നോക്കൂ, ഞാൻ മെല്ലെ ചെയ്യാം, ഇതിൽ കുറച്ച് ജോമെട്രി ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷേ ഓക്കെ, ലെറ്റ് മീ റീഡ് ഇറ്റ്. ദർ ഈസ് എ സർക്കുലർ ട്യൂബ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു ടയർ പോലത്തെ ഒരു സർക്കുലർ ട്യൂബ് വെച്ചേക്കുകയാണ്. യു ക്യാൻ സീ ദ ഡയഗ്രാം. ഇനി ടു ലിക്വിഡ് വിച്ച് ഡു നോട്ട് മിക്സ് ആൻഡ് ഓഫ് ഡെൻസിറ്റി D1 D2 ആർ ഫിൽഡ് ഇൻ ദ ട്യൂബ്. രണ്ട് ലിക്വിഡുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഡെൻസിറ്റി D1, ആദ്യത്തേതിൻ്റെ ഡെൻസിറ്റി D1. നോക്കൂ, രണ്ടാമത്തേതിൻ്റെ ഡെൻസിറ്റി എന്താണ് കുട്ടികളെ? D2. ദേ ആർ ഫിൽഡ്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഈച്ച് ലിക്വിഡ് സബ്റ്റൻഡ് 90 ആംഗിൾ അറ്റ് ദ സെൻറ്റർ. ഓക്കെ, രണ്ട് ലിക്വിഡും, ഈ ലിക്വിഡ് ആണെങ്കിലും 90 ആണ് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നത്, അതുപോലെ ഈ ലിക്വിഡും സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 90 തന്നെയാണ്. രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിൾ 180 ആണെന്ന്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ദ റേഡിയസ് ജോയിനിങ് ദർ ഇന്റർഫേസ് മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ വെർട്ടിക്കൽ. ഇത് വെർട്ടിക്കൽ ലൈനാണ്, ഇത് റേഡിയസ് ജോയിനിങ് ദർ ഇന്റർഫേസ്. അവയുടെ ഇന്റർഫേസ് ഇതാണ്, അവയുടെ ഇന്റർഫേസ്. ആ ഇന്റർഫേസ് ജോയിൻ ചെയ്യുന്ന റേഡിയസ്, അത് വെർട്ടിക്കലുമായിട്ടുണ്ടാകുന്ന ആംഗിൾ ആൽഫയാണെങ്കിൽ റേഷ്യോ ഓഫ് D1 by D2 എത്ര എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ റേഷ്യോ എത്ര? ഇത് ഓൾമോസ്റ്റ് ലൈക്ക് യൂട്യൂബ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യൂട്യൂബ്. നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താ ചെയ്യുക? രണ്ട് ലിക്വിഡ് ഉണ്ട്. ഓക്കെ, രണ്ട് ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒരേ ലെവലിൽ പോയിന്റുകൾ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. പ്രഷർ അറ്റ് A ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് B എന്ന് ഇക്വേറ്റ് ചെയ്യും. ഇതിന് H1 റോ 1 G എന്ന് എഴുതും, ഇതിന് H2 റോ 2 G എന്ന് എഴുതും. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും ഇല്ലേ? അത് ഒരേ സാധനം തന്നെയാണ് കുട്ടികളെ, ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നോക്കിക്കേ, ഇത് ഗ്രീൻ കളറിലുള്ള ഒരു ലിക്വിഡും റെഡ് കളറിലുള്ള ഒരു ലിക്വിഡുമാണ് ഞാൻ വരച്ചേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരേ ലെവലിൽ ഗ്രീൻ ലിക്വിഡിൽ 2 പോയിന്റ് എടുക്കുക. കണ്ടോ, ഈ 2 പോയിന്റുകൾ. ഒന്നുകൂടെ പറയാം, ഈ ഇന്റർഫേസിൽ ഒരു പോയിന്റും അതേ ലെവലിൽ വേറൊരു പോയിന്റും എടുത്തിട്ട് നിങ്ങൾ പറയുക, ഈ പോയിന്റ് A ആണ്, ഈ പോയിന്റ് B ആണെങ്കിൽ ഈ 2 പോയിന്റിലുള്ള പ്രഷർ സെയിം ആണ്, PA by PB. അപ്പോൾ ഈ പോയിന്റിലെ പ്രഷർ എന്താ? ഈ ഹൈറ്റ് H റോ G, H1 റോ 1. H1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹൈറ്റ്, ഇതിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ് H2. അപ്പോൾ H2 റോ 2 G. ഇതിലേക്ക് നമുക്ക് ചെയ്യാം. നോക്കൂ, ഇത് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. ഞാൻ പറയുന്നത് എന്താ അറിയോ? ഈ പോയിന്റും ശ്രദ്ധിച്ചേ, പോയിന്റ് നമ്പർ പോയിന്റ് Aയും പോയിന്റ് Bയും ഒരേ ലിക്വിഡിലാണ്, ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ്. A to B ലിക്വിഡ് കണ്ടിന്യൂസുമാണ്. ആണെങ്കിൽ എന്താണ്? ആ 2 പോയിന്റിലും ഒരേ പ്രഷർ ആയിരിക്കണം. ശരിയല്ലേ? വാട്ട് ഐ എം ടെല്ലിങ് യു ഇസ് ദിസ്: പ്രഷർ അറ്റ് A മസ്റ്റ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് B. പ്രഷർ അറ്റ് A കണ്ടുപിടിക്കാൻ ഈ ലിക്വിഡിൻ്റെ മുകളിലത്തെ പ്രഷർ P ആണെന്ന് വിചാരിക്കുക. അതേ പ്രഷർ ആയിരിക്കും ഈ ലിക്വിഡിൻ്റെ മുകളിലും P. കാരണം ഇതെന്താണ്? ഇവിടെ നിങ്ങൾ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ ഗ്യാസാണ് ഇവിടെയുള്ളത്. അല്ലെങ്കിൽ വാക്കുവാണെങ്കിൽ ഈ പിയും 0 ആവും. ഡസൻറ്റ് മാറ്റർ. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലെ പ്രഷർ P ആണെന്ന് വിചാരിക്കുന്നു. P. അപ്പോൾ P പ്ലസ് അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ല കേട്ടോ, P. ഇറ്റ് ഈസ് നോട്ട് എക്സ്പോസ് ടു അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് P എന്നെടുത്തു. H റോ G. H എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഈ ഹൈറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ ജോമെട്രി വേണ്ടത്. ഈ ആംഗിൾ ആൽഫയാണെങ്കിൽ ഇത് 90 മൈനസ് ആൽഫയല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ ഇത് ആൽഫയല്ലേ? ദിസ് ആംഗിൾ ഈസ് ആൽഫ, നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഈ ഹൈറ്റ് കിട്ടാൻ എന്ത് ചെയ്യുക? ഈ ഹൈറ്റിൽ നിന്ന് ഈ ഹൈറ്റ് കുറയ്ക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഹൈറ്റിൽ നിന്ന് ഈ ഹൈറ്റ് കുറയ്ക്കുക. ആ 2 ലൈൻ നോക്കൂ, ആ 2 ലൈനുകളുടെ ഡിഫറൻസ് അല്ലേ നമുക്ക് വേണ്ടത്? H എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് എത്രയാ? R കോസ് ആൽഫ. ഈ ഹൈറ്റ് എത്രയാ? R സൈൻ ആൽഫ. അപ്പോൾ R കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ R ഇൻറ്റു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ HI. റോ എന്നുള്ളത് എന്താ? D1 G കഴിഞ്ഞു. ഒരു സൈഡ് കഴിഞ്ഞു. ഈ ഗ്രീൻ ലിക്വിഡിൻ്റെ ഇതിൻ്റെ മുകളിലത്തെ പ്രഷർ PA എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എഴുതി. ഇനി PB ഇതിലെ പ്രഷർ എഴുതണം. എങ്ങനെയാ? ആ ലിക്വിഡിൻ്റെ മുകളിലത്തെ പ്രഷർ P അതെഴുതി. H എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് H എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പൺ സർഫസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഹൈറ്റ്, അതാണ് H. എങ്ങനെ എഴുതും?
അത് കണ്ടുപിടിക്കാൻ ഈ ഹൈറ്റും ഈ ഹൈറ്റും കൂടെ ആഡ് ചെയ്താൽ പോരെ കുട്ടികളെ. ഈ ഹൈറ്റ് കിട്ടാൻ നോക്കൂ, ദിസ് ഹൈറ്റ് ആൻഡ് ദിസ് ഹൈറ്റ്, ദിസ് ടു ഷുഡ് ബി ആഡഡ്. അത് ആഡ് ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ ആൽഫയല്ലേ, ഇത് ആൽഫയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ആൽഫ, നോ ഡൗട്ട്. ആൻഡ് ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി ആൽഫ. ശരിയല്ലേ? കാരണം ഇത് 90 മൈനസ് ആൽഫയാണ്, അതുകൊണ്ട് ഇത് ആൽഫയാണ്. ഇതെല്ലാം ജോമെട്രിയാണ്. ഇത് ആൽഫ, ഇത് ആൽഫ. അപ്പോൾ ഇതെന്താ? ആർ കോസ് ആൽഫ, ഇത് ആർ സൈൻ ആൽഫ. രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആർ കോമൺ ഔട്ട് ചെയ്യുക, ആർ കോമൺ ഔട്ട് ചെയ്തു. പിന്നെന്താ? കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ. അപ്പോൾ എച്ച് ആയി. റോ എന്നുള്ളത് D2 G. ആ ഒറ്റ ഇക്വേഷനിൽ നമുക്ക് കിട്ടും. സി, പി വെട്ടിക്കളയാം, ആർ വെട്ടിക്കളയാം, ജി വെട്ടിക്കളയാം. നമുക്ക് വേണ്ട D1/D2. What do we want? What we want is D1/D2. How will you write? D1/D2 is equal to D1/D2. ഇല്ലേ? കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് D1/D2. ഓക്കെ, കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ. ഇതിങ്ങനെ വരുന്ന സിറ്റുവേഷൻ നിങ്ങൾ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ത്രൂ ഔട്ട് മുകളിലും താഴെയും കോസ് ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 പ്ലസ് ടാൻ ആൽഫ divided by 1 minus tan alpha. That's answer. 1 plus tan alpha divided by 1 minus tan alpha. മനസ്സിലായോ? ഒന്നുമില്ല, എച്ച് റോ ജി ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. പക്ഷേ എച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾ ജിയോമെട്രി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി ശരിക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഡയഗ്രാം ശരിക്കും മനസ്സിലാക്കുക. മനസ്സിലാകാത്തവർ ഒന്നുകൂടെ കണ്ടാൽ മതി, മനസ്സിലാവും. ഇത് വലിയ ഡിഫിക്കൽറ്റി ഉള്ള പ്രോബ്ലം എന്നല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? 1 plus tan alpha into by 1 minus tan alpha. That's all about today's class. Okay, I wish you a grand success for your coming JEE examination. Thank you for being with me all the time. See you soon. Bye.